പ്രൈസറോ കർത്താവിന്റെ അതിപരിസമായി നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്തു വിവിധ സ്ഥലങ്ങളിലും രാജ്യങ്ങളുമായിരുന്ന ദൈവവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. അല്പസമയത്ത് ദൈവന്റെ ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. 1 തിമോഥെയോസിന്റെ ലേഖനം 1-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യം. ഹല്ലേലൂയ. ചിലർ നല്ല മനസ്സാക്ഷി തള്ളിക്കളഞ്ഞിട്ട് അവരുടെ വിശ്വാസ കപ്പൽ തകർന്നു പോയി. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവഴുത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് ആമേൻ താൻ വിശ്വാസത്താൻ ജനിപ്പിച്ച തന്റെ മകനായിരിക്കുന്ന തിമോഥെയോസിന് കൊടുക്കുന്ന ചില നിർദ്ദേശങ്ങളാണ് ഈ അധ്യായത്തിന്റെ 1-ന്റെ 10-18 വായിക്കുന്നത്. ഹല്ലേലൂയ. ഇവിടെ ഇങ്ങനെ ഇരിക്കും: മകനെ തിമോഥെയോസേ, നിന്നെക്കുറിച്ച് മുമ്പുണ്ടായ പ്രവചനങ്ങൾക്ക് ഒത്തവണ്ണം ഞാൻ ഈ ആജ്ഞ നിനക്ക് ഏൽപ്പിക്കുന്നു. നീ വിശ്വാസവും നല്ല മനസ്സാക്ഷിയുള്ളവനായി അവയെ അനുസരിച്ച് നല്ല യുദ്ധസേവ ചെയ്യാം. ഹല്ലേലൂയ. എന്താണ്? നീ വിശ്വാസവും നല്ല മനസ്സാക്ഷിയുള്ളവനായി അവയെ അനുസരിച്ച് നല്ല യുദ്ധസേവ ചെയ്യണം. ചിലർ നല്ല മനസ്സാക്ഷി തള്ളിക്കളഞ്ഞിട്ട് അവരുടെ വിശ്വാസ കപ്പൽ തകർന്നുപോയി. അതാരൊക്കെയാണ് താഴെ എഴുതിയിട്ടുണ്ട്. ഹുമേനിയൂസും അലക്സാന്ദ്രും ഈ കൂട്ടത്തിലുള്ളവരാകുന്നു. അവർ ദൂഷണം പറയാതിരിക്കാൻ പഠിക്കേണ്ടതിന് ഞാൻ അവരെ സാത്താനെ ഏൽപ്പിച്ചിരിക്കുന്നു. എത്ര യാഥാർത്ഥ്യങ്ങളാ വചനം. പ്രൈസറോ. ഹല്ലേലൂയ. ഈ കാലഘട്ടത്തിൽ ഓരോ ദൈവഭക്തന്മാർക്കും ദൈവമക്കൾക്കും നൽകുന്ന നിർദ്ദേശങ്ങൾ, മുന്നറിയിപ്പാണ് തിമോഥെയോസിന് കൊടുത്തതുപോലെ തന്നെ പൗലോസ് പരിശുദ്ധാത്മാവിൽ നമുക്ക് നൽകുന്ന നിർദ്ദേശം വ്യക്തം ചെയ്യും. ദൈവവചനമാണ്. ഹല്ലേലൂയ. ഇവിടെ നമ്മൾ ചിന്തിക്കുന്ന കാര്യം, ഹല്ലേലൂയ, ചില നല്ല മനസ്സാക്ഷി തള്ളിക്കളഞ്ഞിട്ട് അവരുടെ വിശ്വാസ കപ്പൽ തകർന്നുപോയി. വ്യക്തം ചെയ്യും എന്ന് പറഞ്ഞ പ്രതിസന്ധികൾ നിറയപ്പെടുന്ന സാഹചര്യങ്ങളിൽ, സമയങ്ങളിൽ, ഹല്ലേലൂയ, വെല്ലുവിളികൾ നിങ്ങൾക്ക് കടന്നു വരുമ്പോൾ, ഹല്ലേലൂയ, വലിയ പോരാട്ട വേളകൾ, ജനം ഒന്നടങ്കം നിങ്ങളെ ആക്രമിക്കുന്ന സമയങ്ങളിൽ നിങ്ങൾ ഇടേണ്ട നങ്കൂരമാണ്, ഹല്ലേലൂയ, 1-ാമത്തത് പ്രത്യാശ എന്ന നങ്കൂരം എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് ഇന്നലൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. 2-ാമത്തെ നങ്കൂരം എന്ന് പറയുന്നത് നല്ല മനസ്സാക്ഷി എന്ന് പറയുന്ന നങ്കൂരമാണ്. ഇവിടെ നല്ല മനസ്സാക്ഷി എന്ന് പറയുന്ന നങ്കൂരത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത്. ഹല്ലേലൂയ. അപ്പൊ നല്ല മനസ്സാക്ഷിയെ ചില തള്ളിക്കളഞ്ഞതിനാൽ വിശ്വാസ കപ്പൽ തകർന്നുപോയി. നല്ല മനസ്സാക്ഷി എന്ന നങ്കൂരം തള്ളിക്കളഞ്ഞപ്പോഴത്തേന് എന്ത് ചെയ്തു? പലരും വിശ്വാസം തകർന്നുപോയി. ഹല്ലേലൂയ. കുറ്റപറ്റ മനസ്സാക്ഷി ഹൃദയത്തെ ഉണർത്തുമ്പോൾ, നമ്മുടെ പാപങ്ങൾ, നമ്മുടെ തെറ്റുകുറ്റങ്ങൾ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് ഉണർത്തിച്ചു തരുമ്പോൾ, ഹല്ലേലൂയ, ഓർമ്മിപ്പിക്കുമ്പോൾ, പാപങ്ങളെ അകറ്റിക്കളഞ്ഞ്, പാപങ്ങളെ ഏറ്റുപറഞ്ഞ്, പാപങ്ങളെ മുഴുവൻ പുറത്തു കളഞ്ഞ് ക്രിസ്തുവിനോട് സമാധാനമായി, ഹല്ലേലൂയ, അവനോടൊപ്പം ജീവിപ്പാൻ, ക്രിസ്തുവിനെ പ്രീതിപ്പെടുത്തുന്ന അനുഭവത്തിലേക്ക് നമ്മുടെ ജീവിതം കൊണ്ടുവരുവാൻ സ്തോത്രം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന ഒരു നല്ല അനുഭവമാണ് നല്ല മനസ്സാക്ഷി എന്ന് പറയുന്ന ചുക്കാൻ, നല്ല മനസ്സാക്ഷി എന്ന് പറയുന്ന നങ്കൂരം. ഹല്ലേലൂയ. ആ നല്ല മനസ്സാക്ഷി എന്ന് പറയുന്ന നങ്കൂരം നഷ്ടപ്പെട്ടു പോയാൽ നമ്മുടെ വിശ്വാസ കപ്പൽ ഉടഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഈ വിശ്വാസ കപ്പൽ, നമ്മുടെ ജീവിതമാകുന്ന വിശ്വാസ കപ്പൽ തകർന്നു പോകാതിരിക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിലേക്ക് പാപം പ്രവേശിക്കരുത്, പാപത്തിന്റെ കൊടുക്കരുത്, പാപം വസിപ്പാൻ നമ്മുടെ ഹൃദയത്തെ ഒരുക്കി കൊടുക്കരുത്. ഹല്ലേലൂയ. ലോക മനുഷ്യനെ പോലെ ലോകക്കാർ ചെയ്യുന്നത് കണ്ട് നീ പഠിക്കരുത്. ലോകത്തിന്റെ ഇമ്പങ്ങളിലേക്ക് പോകരുത്. ഹല്ലേലൂയ. അവൻ ജഡത്തിൽ കറപറ്റുന്ന യാതൊന്നിനും നിന്നെ വിട്ടുകൊടുക്കരുത്. ഹല്ലേലൂയ. ലോകം നിന്റെ ജഡത്തെ, എന്റെ ആത്മാവിനെ മലിനീകരിക്കുവാൻ, അല്ലെങ്കിൽ മലിനപ്പെടുത്തുവാൻ, ഹല്ലേലൂയ, സ്തോത്രം, പല പദ്ധതികളും കൊണ്ടുവരും. അവൻ നല്ലത് കാണിച്ചു തരും, ചീത്തയൊക്കെ കാണിച്ചു തരും. പക്ഷെ തെരഞ്ഞെടുപ്പ് നമുക്കാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഇവിടെ നമ്മൾ എന്താണ്? ദൈവത്തിന് ചിലർ നല്ല മനസ്സാക്ഷി തള്ളിക്കളഞ്ഞ് അവരുടെ വിശ്വാസ കപ്പൽ തകർന്നുപോയി. ഇതിനെക്കുറിച്ച് തിമോഥെയോസ് വീണ്ടും പറയുന്ന മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, ദിവ്യാഗ്രഹം ചിലരുടെ ഉള്ളിലേക്ക് വന്നു കഴിയുമ്പോൾ അവരുടെ നല്ല മനസ്സാക്ഷി എന്ന് പറയുന്ന നങ്കൂരം നഷ്ടപ്പെടാറുണ്ട്. ഹല്ലേലൂയ. അതിനെക്കുറിച്ച് വചനം പറയുന്നത് 1 തിമോഥെയോസിന്റെ ലേഖനം 6-ാം അധ്യായം അതിന്റെ 10-ാം വാക്യം പറയുന്നത്, ദിവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലമല്ലോ, ഇത് ചിലർ കാക്ഷിച്ചിട്ട് വിശ്വാസം വിട്ടുവിടുന്ന് ബഹുദുഃഖങ്ങൾക്ക് അധീനരായി തീർന്നു. ദിവ്യാഗ്രഹം വന്നാലും അങ്ങനെ. ചിലർക്ക് പണത്തോട് ഭയങ്കര ആശ്രയം, പണത്തോട് ഭയങ്കര ആവേശമാണ്.
പണം എന്നുള്ള ചിന്തയിൽ മാത്രം, പണത്തെ മാത്രം സ്നേഹിക്കുന്നവരുണ്ട്. അതിന് എന്തു വേണേലും ചെയ്യും, ആരെ വേണേലും തകർക്കുവോ, കൊല്ലുവോ, പിടിച്ചുപറിക്കുവോ, മോഷ്ടിക്കുവോ, അപഹരിക്കുവോ, കള്ളം പറഞ്ഞ് വ്യാജം പറഞ്ഞ് നേടിയെടുക്കുവോ, ആമീൻ, അല്ലെ കൊള്ള പലിശകളിലൂടെയൊക്കെ പലരും പലതും ചെയ്യാറുണ്ട്. വ്യാജ തട്ടിപ്പ് ബിസിനസ്, വ്യാജ തൂക്കങ്ങളിലൂടെ അറിയാം. കടകളിലൊക്കെ എത്ര വ്യാജമായ തൂക്കങ്ങളാണ് നടക്കുന്നത്. അല്ലെങ്കിൽ റേഷൻ കടയിൽ പോയി, അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് ഒരു റേഷൻ കണ്ട ഒരു വ്യക്തി 4 കിലോ അരിയാണ്. 2 പേരുള്ള കുടുംബത്തിൽ 2 പേർ 8 കിലോ അരി കിട്ടും. നിങ്ങൾ 8 കിലോ അരി മേടിച്ച് പുറത്തും തൂക്കി നോക്കിയാട്ടെ, 7.5 കിലോ കാണും. 8 കിലോ കിട്ടത്തില്ല, 7.5 കിലോ കാണും. ബാക്കി പാട്ടത്തൂക്കമൊക്കെ ആയിട്ട് കൂട്ടി നമ്മളെ ഇട്ടാക്കി കാണിച്ചു തരും, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയാ. അപ്പൊ ഈ വ്യാജ തൂക്കം, വ്യാജ തുലാസ്, അങ്ങനെ ചിലരുടെ നല്ല മനസാക്ഷി തള്ളിക്കളഞ്ഞു. അല്ലേലിയ. നിങ്ങൾക്ക് ഈ ബസ്സിലൊക്കെ കയറിയാൽ നമുക്ക് മനസ്സിലാകത്തില്ലേ, നമ്മൾ ചില്ലറയില്ലാതെ ചിലപ്പോൾ 500 രൂപയ്ക്ക് ഇങ്ങോട്ട് കൊടുക്കും, ചിലപ്പോൾ 100 രൂപയ്ക്ക് കൊടുക്കും. കൂടുതൽ പറ്റിക്കപ്പെടുന്ന സഹോദരിമാരാണ്. ആ പൈസ കൊടുത്ത് അവർ കുറച്ച് കഴിഞ്ഞ് തരാം, അല്ലേലിയ. പിന്നെ നമ്മൾ കുറച്ച് കഴിഞ്ഞ് ചോദിച്ചപ്പോഴും ഇറങ്ങുമ്പോൾ തരാം, ഇറങ്ങിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെന്ന് പറയും. അത് പറഞ്ഞ പ്രശ്നം ചിലപ്പോൾ ആ സൗകര്യം മറന്നു പോകും, ചിലപ്പോൾ ആ സൗകര്യം മറന്നു, പിന്നെ ചോദിച്ചാൽ തരത്തില്ല. എന്ന് പറഞ്ഞാൽ നല്ല മനസാക്ഷി ഇല്ലാത്തവരെന്ത് ചെയ്താലും അത് പാപത്തിൽ കലാശിക്കും. എനിക്കങ്ങനെ അബദ്ധം പറ്റിയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അല്ലേരിയ. അത് കഴിഞ്ഞ് പിന്നെ ഇപ്പോൾ നമ്മൾ ബസ്സിലേക്ക് ഒന്നിച്ച് ടിക്കറ്റ് കറക്റ്റായിട്ട് കൊടുത്തിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ചോദിച്ചു വാങ്ങിയിരിക്കും. നിങ്ങൾക്ക് എങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ടല്ലോ, അല്ലേ? സ്വോത്രം, അല്ലേ? ഏരിയ സൂക്ഷിക്കണം കേട്ടോ. കാരണം നല്ല മനസാക്ഷി എന്ന് പറയുന്ന നങ്കൂരം നഷ്ടപ്പെട്ടവർ ആ ലോകത്തിൽ 100% ആളുകളും, അല്ലേ? ഇവിടെ ചിലർ എന്ന് പറയുന്നത് പൗലോസിന്റെ കാലഘട്ടത്തിൽ എന്ന് പറയുമ്പോൾ, ചിലർ എന്ന് പറയുമ്പോൾ തന്നെ ഈ കാലഘട്ടത്തെ നമ്മൾ ചിന്തിക്കുമ്പോൾ നല്ല മനസാക്ഷി എന്ന് പറയുന്ന നങ്കൂരം നഷ്ടപ്പെട്ടിട്ട് അവരുടെ വിശ്വാസ കപ്പൽ, ജീവിതമാകുന്ന വിശ്വാസ കപ്പൽ തകർന്നടിഞ്ഞത് കൊണ്ടാണ് മനുഷ്യ ഹൃദയങ്ങളിൽ അഹങ്കാരത്തിന്റെ, നിന്ദയുടെ, മോഷണത്തിന്റെ, ദിവ്യാഗ്രഹത്തിന്റെ ചിന്തകൾ കയറി അവർ പാപത്തിന് അധീനരായി മാറുന്നത്. പ്രൈസലോട് അല്ലേലിയ. നമുക്കൊക്കെ നിത്യതയെക്കുറിച്ചാണ് നമ്മുടെ ലക്ഷ്യം. നിത്യജീവനാണ് നമുക്ക് ഏറ്റവും വലുത്, ഈ ലോകമല്ല. ഈ ലോകത്ത് നമ്മൾ ജീവിക്കുന്നെങ്കിലും നമുക്ക് നിത്യമായ ഒരു പ്രത്യാശയുണ്ട്, നല്ല മനസാക്ഷിയുണ്ട്, നിത്യജീവനുണ്ട്. നമുക്ക് നല്ലൊരു യെരൂശലേം, പുതിയ യെരൂശലേം, സ്വർഗമുണ്ട്. അവിടെ എത്തുക എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. അതുകൊണ്ടാണ് പൗലോസ് തിമോഥെയോസിനോട് പറയുന്നത്, അല്ലേലൂയ, നീ വിശ്വാസവും നല്ല മനസാക്ഷിയും ഉള്ളവനായി അവയെ അനുസരിച്ച് നല്ല യുദ്ധസേവ ചെയ്യുക. നമ്മളോട് കൂടെ പറയുക, അല്ലേലൂയ. അപ്പൊ ഈ വചനത്തിന്റെ ചരിത്ര പശ്ചാത്തലങ്ങൾ വായിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ചിലരുടെ വിശ്വാസ കപ്പലിന്റെ തകർച്ച, അല്ലേലൂയ, അതിനെക്കുറിച്ച് ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ചിലരുടെ വിശ്വാസ കപ്പൽ തകരുവാൻ കാരണം അവരുടെ നല്ല മനസാക്ഷി തള്ളിക്കളഞ്ഞതുകൊണ്ടാണ്. അല്ലേലൂയ. ദൈവം എല്ലാവരും നല്ല മനസാക്ഷിയുള്ളവരായി ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. അല്ലേലൂയ. അങ്ങനെ ദൈവം തന്റെ സ്വരൂപത്തിൽ സാദൃശ്യം സൃഷ്ടിച്ച ആദമിന് കൂട്ടുതുണയായി തന്റെ വാരിയല്ലുകളിൽ ഒന്ന് എടുത്ത്, ആദമിന് ഘാടകത്തിന് വരുത്തി തന്റെ വാരികളിൽ ഒന്നിനെ എടുത്ത് അതൊരു സ്ത്രീയാക്കി ആദമിന് തക്ക തുണയെ കൊടുത്തു. അല്ലേലൂയ. ആദമിന് തക്ക തുണയെ കൊടുത്തു. കിഴക്ക് ഏദനുണ്ടാക്കി, ഏദൻ തോട്ടത്തിൽ അവർക്ക് വേണ്ടുന്ന എല്ലാ വൃക്ഷഫലങ്ങളും കൊടുത്തു. തോട്ടത്തിന്റെ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിന്റെ ഫലം തിന്നരുതെന്ന് ദൈവം കൽപ്പിച്ചു. അല്ലേലൂയ. തിന്നുന്നാളിൽ മരിക്കത്തൊട്ട് തുടരുത്. എന്നാൽ അല്പസമയം കഴിയുമ്പോൾ ഉപായത്തിൽ പിശാച് സർപ്പം എന്ന പോലെ സർപ്പരൂപത്തിൽ വന്നിട്ട് ഹവ്വയോട് ചോദിച്ചു, തോട്ടത്തിന്റെ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിന്റെ ഫലം തിന്നരുതെന്ന് ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ? ഇപ്പൊ ദിവസം 3 വായിച്ചാൽ കാണാൻ കഴിയും. അപ്പം ഈ ഹവ്വ പറഞ്ഞു, അതെ തിന്നരുതെന്ന് കർത്താവ് പറഞ്ഞു, തിന്നുന്നാളിൽ മരിക്കും. ഉടനെ ഈ സർപ്പം പറഞ്ഞു, സാത്താൻ പറഞ്ഞില്ല, നിന്റെ കണ്ണ് തുറക്കുന്ന ഈ ദൈവത്തെ പോലെയാകും. അപ്പൊ ഈ ദൈവത്തെ പോലെയാകുമെന്ന് ഈ സ്ത്രീയോട് പറഞ്ഞപ്പോൾ അവരുടെ നല്ല മനസാക്ഷി തള്ളിക്കളഞ്ഞ് അവളുടെ ജീവിതമാകുന്ന വിശ്വാസ കപ്പൽ അവൾ തകർത്ത് കളഞ്ഞ് പാമ്പിന്റെ വാക്ക് കേട്ടു, സാത്താന്റെ വാക്ക് കേട്ടു. അവൾ ആ വൃക്ഷഫലം തിന്നു. അവൾ ഭർത്താവിനെ കൊണ്ട് കൊടുത്തു. അപ്പം ഭർത്താവിന്റെയും നല്ല മനസാക്ഷി തള്ളിക്കളഞ്ഞ് രണ്ടുപേരുടെയും വിശ്വാസമാകുന്ന വിശ്വാസ കപ്പൽ തകർന്നു പോയി. അത് മുഖാന്തരം തോട്ടത്തിനവരെ പുറത്താക്കി. അങ്ങനെ ആദമിനും ഹവ്വയ്ക്കും ജനിച്ച സകല സന്തതികളും, ഈ ഭൂമിയിലുള്ള സകല മനുഷ്യരും നല്ല മനസാക്ഷി തള്ളിക്കളഞ്ഞ് ദൈവത്തോട് പാപം ചെയ്ത് ജീവിക്കുന്നവരാണ്.
അല്ലേലൂയ. അതിന്നൊരു മോചനമാണ് കർത്താവായ യേശു ക്രിസ്തു എനിക്ക് നിങ്ങൾക്ക് തരുന്നത്. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, ആദാമ്യ വർഗത്തിന്റെ പാപത്താൻ വീണ് കിടക്കുന്ന നിന്റെ ജീവിതത്തിന്റെ ശാപങ്ങളും പാപത്തിന്റെ കറകളും ജഡത്തിന്റെ ചിന്തകളും മലിനമോഹങ്ങളും ആസക്തികളും നിന്നെ വ്യാപരിക്കുന്ന മദ്യവും മയക്കുവൻ ലഹരിയും പിടിച്ചുപറിയും മോഷണവും ചൂതാട്ടങ്ങളും വ്യഭിചാരം അടക്കമുള്ള സകല വിഗ്രഹ പൂജകളെയും അല്ലേലൂയ നിന്റെ ജീവിതത്തിൽ നീ മാറ്റിക്കളയണം. നല്ല മനസ്സാക്ഷിയിലേക്ക് മടങ്ങി വരണം. നിന്റെ വിശ്വാസക്കപ്പൽ നീ ദൈവത്തിന് വേണ്ടി പണിതുയർത്തണം. രക്തം ചെയ്യൽ. ഹല്ലേലൂയ. അപ്പം നല്ല മനസ്സാക്ഷി തള്ളിക്കളയരുത്. വിശ്വാസി ഒരേ സമയം യോദ്ധാവും നാവികനുമാണ്. ഒരു വിശ്വാസി എന്ന് പറയുന്നത് ഒരേ സമയം ആത്മജീവിതത്തിൽ യോദ്ധാവാണ്. ഏതു സമയത്തും യുദ്ധത്തിന് തയ്യാറായി നിൽക്കണം സാത്താനോട്. അപ്പോൾ തന്നെ നമ്മളൊരു നാവികനാണ്. നമ്മുടെ ജീവിതമാകുന്ന വിശ്വാസ കപ്പല് എപ്പോഴും നല്ല ചുക്കാൻ പിടിച്ചുകൊണ്ട് നിയന്ത്രിച്ച് നങ്കൂരമിട്ടുറപ്പിക്കേണ്ട സ്ഥാനത്ത് നങ്കൂരമിട്ടുറപ്പിക്കണം. അപ്പൊ നമ്മളെപ്പോഴും നല്ലൊരു യോദ്ധാവും നല്ലൊരു നാവികനുമാണ്. ഹല്ലേലൂയ. സ്തോത്രം. നാവികൻ ഒരിക്കലും ചുക്കാന്റെ കാര്യം അവഗണിക്കുകയില്ല. കപ്പലിലെ നാവികൻ ഒരിക്കലും ചുക്കാന്റെ കാര്യം അവഗണിക്കുകയില്ല. നല്ല മനസ്സാക്ഷിയാണ് ശുഭതുറമുഖ തടിപ്പിക്കുന്ന ചുക്കാൻ. നല്ല മനസ്സാക്ഷിയാണ് ആ കപ്പലിനെ തുറമുഖ തടിപ്പിക്കുന്ന ചുക്കാൻ. ഹല്ലേലൂയ. ദുരുപദേഷകന്മാർ വിശ്വാസവും നല്ല മനസ്സാക്ഷിയും കൈവിട്ട് കപ്പൽ ചാട്ടും വടക്കു നോക്കി യന്ത്രവും ദൂരെ കളയുന്നതിനാൽ ഹല്ലേലൂയ അവരും വിശ്വാസ കപ്പൽ തകർന്നവരാ. ഹല്ലേലൂയ. ഈ ദുരുപദേഷ്ടകന്മാർ സഭയ്ക്കകത്ത് കടന്നുകൂടി ദുരുപദേഷ്ടകന്മാർ വിശ്വാസത്തിലെ അകത്തേക്ക് പ്രവേശിച്ച കാലം തൊട്ട് ദൈവസഭയിൽ വിശ്വാസികൾ ദൈവമക്കൾ നല്ല മനസ്സാക്ഷി തള്ളിക്കളഞ്ഞവരായി ദുരുപദേശകന്മാരാകുന്ന സാത്താന്റെ പിന്നാലെയാണ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, നിനക്ക് അല്പമേ സമയമുള്ളെങ്കിൽ നിന്റെ സമയം ദൈവത്തിന് കൊടുക്കണം. ദൈവം സൃഷ്ടിച്ച ആദാമിന്റെ മകനായിരുന്ന ഹല്ലേലൂയ ഹാബീലും കായീനും ഹല്ലേലൂയ നിനക്കറിയാം, അവർ രണ്ടുപേരും ദൈവത്തിന് വഴിപാടുമായി വന്നു. ഹാബീലിന്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചു. കായീന്റെ യാഗത്തിൽ ദൈവം പ്രസാദിക്കാതിരുന്നത് കൊണ്ട് കായീന് ദേഷ്യം കയറി അരിശം കയറി കോപം കൊണ്ടെന്ത് ചെയ്തു? തന്റെ അനുജനായിരിക്കുന്ന ഹാബീലിനെ കൊന്നുകളഞ്ഞു. ഒറ്റ ആരാധനയെ ഹാബീലിന് ചെയ്യാൻ കഴിഞ്ഞുള്ളൂ. അത് ഒരാരാധനയെ ഹാബീലിന് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് സ്വർഗം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് നിനക്ക് നിൽക്കുന്ന ഒറ്റ ആരാധനയെ, നിനക്ക് സ്വാതന്ത്ര്യമുള്ള ഒറ്റ ആരാധനയ്ക്ക് നിനക്ക് സമയം കിട്ടിയുള്ളെങ്കിലും അവിടെ നിന്റെ വിശ്വാസ കപ്പൽ നീ തകർത്ത് കളയാതെ നീ അതേ ഒരേ സമയം നല്ല യോദ്ധാവും നാവികനുമായി ജീവിതമാകുന്ന വിശ്വാസ കപ്പൽ നീ നിയന്ത്രിക്കുവാൻ നല്ല ചുക്കാനിട്ട് നിയന്ത്രിച്ച് നല്ല മനസാക്ഷിയാണെന്ന് ചുക്കാനിട്ട് നിയന്ത്രിച്ചുകൊണ്ട് കരയ്ക്കടിപ്പിച്ച് നങ്കൂരമിട്ട് പൂഴ് കുറച്ച് നിൽക്കണം. പ്രൈസറോ. ഹല്ലേലൂയ. അതാണ് ദൈവം നമ്മൾ ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതം എവിടെയാണ്? നിങ്ങളുടെ വിശ്വാസക്കപ്പൽ തകർന്നു പോയിട്ടുണ്ടോ? നിങ്ങളുടെ വിശ്വാസക്കപ്പലിനകത്ത് വിള്ളൽ വന്നിട്ടുണ്ടോ? ഹല്ലേലൂയ. കപ്പലിന് വിള്ളൽ വന്നാൽ വെള്ളം കയറും. ഹല്ലേലൂയ. വെള്ളം കയറിയാൽ കപ്പൽ മുങ്ങും. ഹല്ലേലൂയ. നിങ്ങളുടെ വിശ്വാസക്കപ്പലിനകത്ത് ദുരുപദേശന്മാരുടെ ദുരുപദേശ ചിന്തകൾ വന്നാൽ നിങ്ങളുടെ വിശ്വാസം പൊട്ടാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ വിശ്വാസം പൊട്ടിക്കഴിഞ്ഞാൽ ദുരുപദേശങ്ങൾ വെള്ളം പോലെ അതിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കും. സാത്താന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കും. ഇന്ന് നല്ലൊരു ശതമാനം ആളുകളും അങ്ങനെ. ഹല്ലേലൂയ. ദൈവസഭയ്ക്കകത്ത് ശുശ്രൂഷിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ ദൈവസഭയ്ക്കകത്ത് ശുശ്രൂഷ നടക്കുമ്പോൾ അവിടെ പൂത വിളക്കുന്നു, ഇവിടെ പൂത വിളക്കുന്നു, അങ്ങനെ കാണിക്കുന്നു, ഇങ്ങനെ കാണിക്കും, എന്തെല്ലാം കോഷ്ടികളായി എന്ന് കാണിക്കുന്നത്. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ്? നല്ല മനസ്സാക്ഷി തള്ളിക്കളഞ്ഞ് വിശ്വാസക്കപ്പൽ തകർന്ന് ദുരുപദേശന്മാർക്ക് നീ നിന്റെ ഹൃദയത്തിനകത്ത് അവസരം കൊടുത്തപ്പോൾ നിന്റെ ഒരു ഭൂതാത്മാവ് പ്രവേശിച്ചു. ഒരു ദുരാത്മാവ് നിന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു. അല്ലെങ്കിൽ ആ ദുരാത്മാവാണ് നിന്റെ സഭയ്ക്കകത്തിട്ട് വട്ടം കറക്കുന്നത്. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം, ജീവനുള്ള വചനം കേൾക്കുമ്പോൾ സഭയ്ക്കകത്ത് നിനക്ക് ഇരിപ്പാൻ കഴിയാത്ത വിധത്തിൽ ജീവനുള്ള വചനം നിന്റെ ഹൃദയത്തിൽ ആഴമായി സ്പർശിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ തീനാളം, പരിശുദ്ധാത്മാവിന്റെ അഗ്നി നിന്നിലേക്ക് വ്യാപരിക്കുമ്പോൾ എന്ത് ചെയ്യും? നിന്റെ ഉള്ളിലുള്ള ദുർബോധങ്ങൾ ഇറങ്ങും. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ്? നല്ല മനസ്സായിട്ട് നീ തള്ളിക്കളഞ്ഞിട്ട് മറ്റു വഴിയിലേക്ക് പോയതാണ് ഇന്ന് നീ ദുർഭൂതങ്ങളെ നിറയപ്പെട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് ആ സഭയ്ക്കകത്ത് ശുശ്രൂഷയും ഭൂതവിളക്കുന്നത് എന്താ? നീ മുമ്പ് ജീവിച്ചത് ദൈവത്തോട് ചേർന്നല്ല. നല്ലൊരു യോദ്ധാവും നാവികനുമായി നീ ജീവിച്ചില്ല. ഹല്ലേലൂയ. ഹാബീലിനെ പോലെ വിശ്വാസത്തിൽ നിന്നില്ല. നിന്റെ ജീവിതത്തിൽ പാപം പ്രവേശിച്ചു. കായീന്റെ ജീവിതത്തിൽ പാപം പ്രവേശിച്ചതുപോലെ ഹോമേരിയോസിന്റെ അലക്സാണ്ടറുടെ ജീവിതത്തിലേക്ക് പാപം പ്രവേശിച്ചതുപോലെ നിന്റെ ഉള്ളിലേക്ക് പാപചിന്താഗതികൾ വന്നു.
അത് ജഡത്തിന്റെ മോഹങ്ങളാകാം, ദിവ്യാഗ്രഹങ്ങളാകാം, ലോകത്തിന്റെ വശീകരണങ്ങളാകാം. ഏത് വിധത്തിൽ നിന്നെ തകർക്കും. പ്രൈസറോ. അപ്പൊ നിന്റെ ഉള്ളിലേക്ക് നിന്നെ വശീകരിക്കുന്ന അന്ധകാരം ഏതാണെന്ന് നീ തിരിച്ചറിയണം. ഹല്ലേലൂയ. മനുഷ്യനെ വശീകരിക്കുന്ന പാപത്തിന്റെ ശക്തിയെ നീ മനസ്സിലാക്കിയിട്ട് ആ പാപത്തിന്റെ ശക്തി നീ പുറത്തു വരണം. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. ഇവിടെ ഹുമനിയോസും അലക്സാണ്ടറും എന്ന് പറയുന്ന വിശ്വാസ കപ്പൽ തകർക്കാൻ നിലകൊണ്ടവരാണ് ഹുമനിയോസും അലക്സാണ്ടറും. ഇവരിൽ ഹുമനിയോസ് വിശ്വാസികളുടെ പുനരുത്ഥാനം കഴിഞ്ഞുവെന്ന് പറഞ്ഞ് സഭയിൽ കുഴപ്പം സൃഷ്ടിച്ചു കളയുന്ന കള്ള സഹോദരനാണ്. വിശ്വാസികളുടെ പുനരുത്ഥാനം കഴിഞ്ഞുവെന്ന് സഭയിൽ കള്ളോപദേശം പഠിപ്പിക്കുന്നവരാണ് അല്ലെങ്കിൽ സ്വതന്ത്രം. ചെമ്പ് പണിക്കാരനായിരിക്കുന്ന അലക്സാണ്ടർ പൗലോസിന് വളരെ ദോഷം ചെയ്തവനാണ്. ലേരിയ. ഇവർ ക്രിസ്തുവിന്റെ ആളത്വത്തിനും ശുശ്രൂഷയ്ക്കുമെതിരെ പ്രവർത്തിക്കുന്നവരാണ് ഹുമനിയോസും അലക്സാണ്ടറും. ഇന്ന് സഭയ്ക്കകത്ത് കാണത്തില്ലേ, ദൈവദാസന്മാർ ശുശ്രൂഷയ്ക്കെതിരെ പ്രവർത്തിക്കുന്ന അലക്സാണ്ടറെ പോലുള്ള ചെമ്പ് പണിക്കാരനായിരിക്കുന്ന അലക്സാണ്ടറെ പോലുള്ള ചില എഴുന്നേറ്റ് ലേരിയ ദൈവിക ശുശ്രൂഷയ്ക്ക്, പരിശുദ്ധന്മാരുടെ ശുശ്രൂഷയ്ക്ക്, ദൈവദാസന്മാരുടെ ശുശ്രൂഷ ചോദ്യം ചെയ്യുന്ന അലക്സാണ്ടർമാര് സഭയ്ക്കകത്ത് പെരുകി. ആമേൻ. അല്ലെ, ആണിന്റെ ഭാഗത്തൊന്നും പെണ്ണിന്റെ ഭാഗത്തൊന്നും. ഹല്ലേലൂയ. ആമേൻ. വിശ്വാസികളുടെ പുനരുത്ഥാനം കഴിഞ്ഞെന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അനവധി ദുരുപദ സഭകളിൽ പെരുകി. അങ്ങനെ വിശ്വാസത്തിൽ ഉറച്ചു നിന്ന നല്ല യോദ്ധാവും നാവികനുമായി കർത്താവിന്റെ ചേർന്ന് വിശ്വാസ കപ്പൽ തകരാതെ നിന്ന പലരുടെയും വിശ്വാസ കപ്പൽ തകർന്നുപോയി. ഇന്ന് പകൽ നീ മടങ്ങി വരാൻ വേണ്ടിയിട്ട് ഈ വചനം പറയുന്നത്. മാനസാന്തരപ്പെട്ട് മടങ്ങി വരണം കേട്ടോ. നിന്റെ നിത്യത നീ തന്നെ ഉറപ്പിക്കണം. രക്തം ചെയ്യും. നിന്റെ നിത്യത എനിക്ക് ഉറപ്പിക്കാൻ കഴിയത്തില്ല. നിന്റെ നിത്യത ഉറപ്പിക്കുക നിന്റെ പാപത്തെ ഉണർത്തിക്കുന്ന ദൈവ വചനം എനിക്ക് പറയാൻ പറ്റും. ആ വചനം കേൾക്കുമ്പോൾ നിന്റെ ഹൃദയത്തിൽ മനസാക്ഷി അതിനെ കുറ്റം വെളിപ്പെടുന്നെങ്കിൽ, പാപം വെളിപ്പെടുന്നെങ്കിൽ അവയെ നീ എടുത്ത് സമുദ്രത്തിന്റെ ആഴങ്ങളിൽ എറിഞ്ഞു കളഞ്ഞിട്ട് നമ്മുടെ കർത്താവിന്റെ പാദപീഠത്തിൽ വീണ കർത്താവിനോട് ക്ഷമ ചോദിച്ച് പാപങ്ങളേറ്റ് പറഞ്ഞ് ശുദ്ധീകരണം വരുത്തി ദൈവത്തിലേക്ക് മടങ്ങി വരണം. ദൈവം നിന്നിൽ ആഗ്രഹിക്കുക. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് തിമോഥെയോസിനോട് നീ വിശ്വാസവും നല്ല മനസാക്ഷിയുള്ളവനായി അവയനുസരിച്ച് നല്ല യുദ്ധസേവ ചെയ്യുക എന്ന് പറയുന്നത്. അല്ലേ? എന്ന് പറഞ്ഞാൽ വിശ്വാസം മാത്രമുണ്ടായാൽ പോരാ, നല്ല മനസാക്ഷിയും നിങ്ങൾക്ക് ആവശ്യമാണ്. വിശ്വാസമുണ്ട്, നല്ല മനസാക്ഷിയില്ലെങ്കിൽ എന്ത് ചെയ്യും? ഹല്ലേലൂയ, സ്തോത്രം. വിശ്വാസത്തോടൊപ്പം നല്ല മനസ്സാക്ഷിയും വേണം. വിശ്വാസം എന്ന നങ്കൂരം, ഹല്ലേലൂയ, പ്രത്യാശ എന്ന നങ്കൂരം, നല്ല മനസ്സാക്ഷി എന്ന് പറയുന്ന നങ്കൂരം. അപ്പം വിശ്വാസത്തോടൊപ്പം ആമേൻ, സ്തോത്രം, നല്ല മനസ്സാക്ഷിയും ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. നല്ല മനസ്സാക്ഷി ഇല്ലാതെ ദൈവത്തിനും മനുഷ്യരുടെയിൽ ഐക്യമായിരിക്കുവാൻ സാധിക്കുകയില്ല. ഹല്ലേലൂയ. നല്ല മനസാക്ഷി ഉണ്ടെങ്കിൽ മാത്രമേ ദൈവത്തിനും അല്ലെങ്കിൽ മനുഷ്യരുടെയിൽ ഐക്യത്തോടുകൂടി സ്നേഹത്തോടുകൂടി നിങ്ങൾക്ക് വസിപ്പാൻ കഴിയുള്ളൂ. ഹല്ലേലൂയ. നല്ല മനസാക്ഷി ഇല്ലെങ്കിൽ നിങ്ങൾ പലതും ചെകഞ്ഞിളക്കിക്കൊണ്ട് വരും. ചൊറിഞ്ഞു പൊട്ടി ചില കുട്ടികളൊക്കെ കാണുന്നില്ലേ, കയ്യില് ഈ ചൊറിയൊക്കെ വന്നു കഴിഞ്ഞാല് അത് ചൊറിയിരുന്ന മോനെ എന്ന് പറഞ്ഞാലും മോളെ എന്ന് പറഞ്ഞാലും അവരത് ചൊറിഞ്ഞു പൊട്ടിച്ച് അതിൽ ചോരയൊലിപ്പിക്കുന്ന അപ്പം തള്ളമാര് തന്തമാര് വഴക്ക് പറയുന്നതൊക്കെ കണ്ടിട്ടില്ലേ? ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ചിലര് എന്ത് ചെയ്യും? ഹല്ലേലൂയ, സ്തോത്രം. ചിലരങ്ങനെ ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ. ദൈവത്തിന് മനുഷ്യരുടെ ഇടയിൽ ഐക്യമായി വസിപ്പാൻ കഴിയാത്ത വിധത്തിൽ ചൊറിഞ്ഞിളക്കുന്നത് പോലെ, അല്ലേ? ചൊറിഞ്ഞിളക്കുന്നത് പോലെ പലരും സഭയ്ക്കകത്ത് വന്നിരുന്ന് ചൊറിഞ്ഞിളക്കുന്നത് പോലെ അങ്ങ് ഇളക്കാൻ തുടങ്ങും. അത് സാത്താൻ വ്യാപിച്ച ദുരാത്മാവുള്ളവരാണ് സഭയിൽ അങ്ങനെ പ്രവർത്തിച്ച്. നാണായാലും പെണ്ണായാലും പാസ്സായാലും നേതാക്കന്മാരായിരുന്നാലും സഭയ്ക്കകത്ത് കലക്കമുണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് ദുരാത്മാവാണ്. സഭയുടെ ശുശ്രൂഷയ്ക്ക് ചോദ്യം ചെയ്യുന്നുണ്ടെങ്കിൽ അത് ദുരാത്മാവാണ്. ദുരുപദേശം പറയുന്നുണ്ടെങ്കിൽ അത് ദുരാത്മാവാണ്. ഹല്ലേലൂയ. ആ വ്യാജത്തിന്റെ ശക്തികൾ എവിടെയും പ്രവേശിച്ചു. ഹല്ലേലൂയ, രക്തം ചെയ്യും. നമ്മൾ വളരെ സൂക്ഷ്മതയുള്ളവരായിരിക്കണം. എന്നെ കേൾക്കുന്ന മാതാപിതാ, വഞ്ചിക്കപ്പെടരുത്. നീ വഞ്ചിക്കപ്പെടരുത്. മനുഷ്യനാൽ നീ വഞ്ചിക്കപ്പെടരുത്. സാത്താനെ നീ വഞ്ചിക്കപ്പെടരുത്. സാത്താനാൽ ഹവ്വ വഞ്ചിക്കപ്പെട്ടതുപോലെ, ആദം വഞ്ചിക്കപ്പെട്ടതുപോലെ നിങ്ങൾ മനുഷ്യരാൽ, പാപത്താൽ, ശാപത്താൽ, സാത്താന്റെ തന്ത്രങ്ങളാൽ, അല്ലെങ്കിൽ അവൻ തരുന്ന മോഹങ്ങളാൽ, ആഗ്രഹങ്ങളാൽ, വശീകരണത്താൽ നിങ്ങൾ വഞ്ചിക്കപ്പെടരുത്.
അല്ലേലുയ. ഇന്നത്തെ അല്ലെ സ്തോത്രം കേരളത്തിൽ അല്ലേലുയ ആമി 3.25 കോടി ജനങ്ങളുടെ തലമുറകളുണ്ട്, എണ്ണത്തിൽപ്പെടാത്തവരുണ്ട്, മന്യസ്വാന തൊഴിലാളികളുണ്ട്. നല്ല മനസാക്ഷി തള്ളിക്കളഞ്ഞവർ എത്ര പേരുണ്ടെന്ന് ബീവറേജിന്റെ മുമ്പിൽ ചെന്നാൽ കാണാൻ കഴിയും. ആമി ബാറിൽ ചെന്നാൽ കാണാൻ കഴിയും. കള്ള് ചൂതാട്ട കേന്ദ്രങ്ങൾ, ചീട്ടുകളി കേന്ദ്രത്തിൽ, വ്യഭിചാരശാലകളിൽ, ആമിൻ അസന്മാർഗ്യം ജീവിതം നടക്കുന്നിടത്ത് ചെന്നാൽ കാണാൻ കഴിയും. ക്രൈസ്തവരടക്കമുള്ള സകല ആളുകളും ആമിൻ നല്ല യോദ്ധാവും നാവികനുമായി ജീവിക്കേണ്ട വ്യക്തികൾ വിശ്വാസ കപ്പൽ തകർന്നിട്ട് ഇവിടെ ക്യൂ നിൽക്കുന്നത് കാണാൻ കഴിയും. ചിലരൊക്കെ അടിച്ച് പെരുത്തിട്ട് പെരുവഴിയിൽ ആമീൻ കിടക്കുന്നത് കാണാൻ കഴിയും. ആള് വെച്ച് ഹല്ലേലൂയ. പലവസായിട്ട് നഷ്ടപ്പെട്ടു. ഇപ്പം പിശാച് അവരെയൊക്കെ നടത്തുന്നത്. ആദാമ്യ വർഗത്തിന്റെ പാപം നിന്റെ ഉള്ളിൽ പ്രവേശിച്ചപ്പോൾ നിന്നെ സാത്താൻ കോതമ്പ് പാറ്റുന്നത് പോലെ പാറ്റുക. നീ മടങ്ങി വരണം. സുവിശേഷത്തിന് മാത്രമേ നിന്നെ രക്ഷിക്കാൻ കഴിയത്തുള്ളൂ. യേശു ക്രിസ്തുവിന് മാത്രമേ നിന്നെ രക്ഷിക്കാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് തിമോഥെയോസിനോട് പൗലോസ് തിമോഥെയോസിനോടൊപ്പം പൗലോസ് സ്തോത്രം ശുശ്രൂഷ ചെയ്യുമ്പോൾ പൗലോസിനെ ഹല്ലേലൂയ ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷകൾ തിമോഥെയോസിനെ കൈമാറുമ്പോൾ ഹല്ലേലൂയ പൗലോസ് തിമോഥെയോസിന് ഉപദേശം കൊടുക്കുമ്പോൾ അതാണ് പറയുന്നത് നല്ല മനസാക്ഷിയും സ്തോത്രം വിശ്വാസം നീ തള്ളിക്കളയരുതെന്ന്. നീ ഒരു യോദ്ധാവാ, നീ വേല ചെയ്യണം, നീ കർത്താവിനോട് പ്രയോജനപ്പെടണം. ഈ ഭൂമി നീ യുദ്ധക്കളത്തിലാണ്. അല്ലെങ്കിൽ നീ നല്ലൊരു നാവികനാണ്. ഈ ലോകമാകുന്ന സമുദ്രത്തിൽ നിന്റെ വിശ്വാസ കപ്പലിനെ, നിന്റെ ജീവിതമാകുന്ന പടങ്ങിനെ നിയന്ത്രിക്കരുത് നിന്റെ നല്ല മനസാക്ഷി കൊണ്ടുള്ള ചുക്കാൻ കൊണ്ടാണ്. അല്ലേരിയ പാപത്തിലേക്ക് പോകാതെ കൊണ്ട് അതിന്റെ നങ്കൂരമിട്ട് ഉറപ്പിക്കരുത് നിന്റെ കടമയാണ്. അല്ലേരിയ മാനസാന്തരപ്പെടണം. എന്തെല്ലാം പ്രശ്നമാണ് സഭയ്ക്കകത്ത്, കുടുംബത്തിന് എന്തെല്ലാം പ്രശ്നമാ, ജീവിതത്തിൽ എന്തെല്ലാം പ്രശ്നമാ, തീരാതെ കിടക്കുന്ന പ്രശ്നങ്ങളിൽ എൻ്റെ കുടുംബത്തിൽ. അല്ലേരിയ കണ്ണുനീര് കൊണ്ട് നിറഞ്ഞു കിടക്കുന്ന കുടുംബമല്ലേ എൻ്റെ ജീവിതത്തിൽ. കണ്ണുനീര് മാറുവാൻ, ദുഃഖങ്ങൾ മാറുവാൻ, നിന്റെ പ്രശ്നം പരിഹരിക്കാൻ എവിടെയെല്ലാം നീ കടന്നുപോയി, ഒന്നിനും പരിഹാരം വന്നില്ല. കാരണം നിന്റെ നല്ല മനസാക്ഷി നീ തള്ളിക്കളഞ്ഞിട്ട് ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും ജീവിപ്പാൻ, ഐക്യത്തോടെ ജീവിപ്പാൻ കഴിയാതെ നിന്റെ ജീവിതം തകർന്നുപോയി. ഇന്ന് നീ മടങ്ങി വന്നാൽ ഹല്ലേലൂയ നീ ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുത്താൽ നിന്റെ ജീവിതത്തെ ദൈവം പുതുക്കിയെടുക്കും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽ ദൈവം ചില കുടുംബങ്ങളെ പുതുക്കിയെടുപ്പാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ കേരളത്തിലും ഭാരതത്തിലും വിദേശ രാജ്യങ്ങളിലും കഠിനാധ്വാനം ചെയ്ത് അത്യുദ്ധാനം ചെയ്ത് കുടുംബം പോറ്റുന്ന അനവധി ആളുകളുണ്ട്. ഹല്ലേലൂയ. പലരും ജീവിതത്തിൽ കഷ്ടതയാണ്, സങ്കടങ്ങളാണ്, ഹല്ലേലൂയ പ്രതിസന്ധികളാണ്. പലരുടെയും വിശ്വാസം തകർന്നുപോയി. അല്ലെങ്കിൽ ചെറിയ കാര്യങ്ങൾ പോലും ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ദൈവത്തോട് ചേർന്ന് വസിപ്പാൻ കഴിയാതെ ദുരുപദേശകന്മാരുടെ അരികിലേക്ക് ഓടിപ്പോയി, വ്യാജ പ്രവാചകന്മാരുടെ, കള്ളപ്രവാചകന്മാരുടെ അരികിലേക്ക് ഓടിപ്പോയി. അല്ലേലിയ സ്തോത്രം മന്ത്രവാദികൾ അരികിലേക്ക് ഓടിപ്പോയി. അല്ലെ ആഭിചാര ശക്തി ദുരുപദേശകന്മാരുടെ അരികിലേക്ക് ഓടിപ്പോയി അവരോട് ആലോചന ചോദിക്കും. അല്ലേലിയ ശ്വാസകപ്പൽ തകർന്നു. നല്ല മനസ്സാക്ഷി നഷ്ടപ്പെട്ടോന്നാണല്ലോ നമ്മൾ മന്ത്രവാദിയിലേക്ക് പോകുന്നത്. അല്ലെങ്കിൽ ദുരുപദേശകന്മാർ, വ്യാജ പ്രവാചകരിലേക്ക് പോകുന്നത് നല്ല മനസാക്ഷി നഷ്ടപ്പെട്ടോണ്ടാണ്. നീ നല്ലൊരു യോദ്ധാവായിരുന്നു. കർത്താവിനെ വിളിച്ചപ്പോൾ, കർത്താവിനെ വിളിച്ച് വേർതിരിച്ച് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി നീ ആക്കിയപ്പോൾ നിന്നെ നല്ലൊരു യോദ്ധാവും നാവികനുമായിട്ട് ദൈവം തന്നെ ഭൂമിയിലാക്കി. വിശ്വാസവും പ്രത്യാശയും അല്ലെങ്കിൽ നല്ല മനസാക്ഷി നങ്കുരമിട്ട് നിന്നെ ഉറപ്പിച്ച, നിന്നെ ഏൽപ്പിച്ച ദൈവം തന്നെ ആക്കിയത്. എന്നിട്ട് കർത്താവ് പറഞ്ഞു, ഈ ഭൂമിയിൽ, ഈ ലോകമാകുന്ന സമുദ്രത്തിൽ നിന്റെ ജീവിതമാകുന്ന കപ്പൽ, വിശ്വാസ കപ്പൽ, ആ പടകിനെ നിന്റെ നല്ല മനസാക്ഷി എന്ന ചുക്കാൻ കൊണ്ട് നീ നിയന്ത്രിക്കണം. അങ്ങനെ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ? ഇല്ലെന്ന് ഉറപ്പാണ്. അല്ലേ ഉണ്ടെന്ന് പറ. അല്ലേലിയ ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ എഴുതിയിട്ടാൽ മതി, ഞാൻ വായിച്ചോളാം. അല്ലേലിയ ആവശ്യമാണെങ്കിൽ മറുപടി തരാം. പ്രേക്ഷകരോ അല്ലേലിയ. അതെ, നമ്മുടെ എല്ലാം ജീവിതത്തിനകത്ത് താളപ്പിഴകൾ സംഭവിച്ചു. താളം തെറ്റിയ ജീവിതം, താളപ്പിഴകൾ സംഭവിച്ച ജീവിതം, അടിസ്ഥാനം മറിഞ്ഞു പോയാൽ നീതിമാൻ എന്ത് ചെയ്യും എന്നൊരു വാക്യമുണ്ട്. അടിസ്ഥാനം മറിഞ്ഞു പോയാൽ നീതിമാൻ എന്ത് ചെയ്യും? അപ്പൊ ചിലർ എന്തും ചെയ്യും. അതെ, അത് തന്നെയാണ്. നമ്മുടെ വിശ്വാസക്കപ്പൽ തകർന്നു പോയാൽ, അടിസ്ഥാനം മറിഞ്ഞു പോയാൽ അവൻ എന്തും ചെയ്യുമെന്ന്. കക്കാനും പഠിക്കത്തില്ല, മോട്ടിക്കാനും പഠിക്കത്തില്ല, ചീത്ത പറയാനും പഠിക്കത്തില്ല, എന്തിനും. അല്ലേ, ഇന്നും ചീത്ത വിളിക്കുന്ന, പച്ച മലയാളത്തിൽ ചീത്ത വിളിക്കുന്ന ആളുകളെ ഞങ്ങളുണ്ട്. ദൈവമക്കളെ, ലേലിയ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ലേലിയ സ്തോത്രം.
ഭവനത്തിനകത്ത് കലക്കമുണ്ടാക്കുന്ന, ഭാര്യയെ അടിക്കുന്ന, ഭർത്താവിനെ അടിക്കുന്ന, അപ്പനെ അടിക്കുന്ന, അമ്മയെ അടിക്കുന്ന, അമ്മായിയമ്മയെ ചൂലി കൊണ്ടടിക്കുന്ന, വലിച്ചിറക്കി പുറത്തു തള്ളുന്ന, ആമിലരിയ മക്കൾ പ്രായമായി വിവാഹം കഴിച്ച് ഹല്ലേലൂയ മരുമോൾ വീട്ടിലേക്ക് വന്നു കഴിയുമ്പോൾ അമ്മായിയമ്മയെ കൊണ്ടാണ് ഓൾട്ടേജ് റൂമിലാക്കുന്ന, വൃദ്ധസമരത്തിലാക്കുന്ന അനവധി കുടുംബങ്ങളുണ്ട്. അവർ ദൈവസഭയിൽ വരുന്നുണ്ട്, ആരാധിക്കുന്നുണ്ട്. അവരുടെ വിശ്വാസക്കപ്പൽ അവർ തകർന്നതെന്ന് അറിയാതെ അവർ യോദ്ധാവും നാവികരുമായിരുന്നു. പക്ഷെ അവർ നല്ല മനസാക്ഷി നഷ്ടപ്പെട്ട അപ്പനെയും അമ്മയും എവിടെയാക്കി? വൃദ്ധസദനത്തിലാക്കി, വഴിയിൽ ഇറക്കി വിട്ടു, അടിച്ചു പുറത്താക്കി. അവരുടെ നന്മകൾ മുഴുവൻ എഴുതി വാങ്ങിച്ചിട്ട് സഭയ്ക്കകത്ത് കൈയടിച്ച് പാട്ടുപാടി മറുഭാഷ പറയുന്നവരുണ്ട്. ഹല്ലേലൂയ. നീ ആരെയും ബോധിപ്പിക്കാനാ ദൈവത്തെ സ്തുതിക്കുന്നത്? നീ ആർക്ക് വേണ്ടിയിട്ടാണ് ദൈവത്തെ സ്തുതിക്കുന്നത്? നിന്റെ ഉള്ളിൽ മുഴുവൻ പാപം നിറഞ്ഞു നിൽക്കുമ്പോൾ, കുടുംബത്തിനകത്ത് സ്വസ്ഥമായി ജീവിക്കാൻ കഴിയാതെ കുടുംബത്തിനകത്ത് കലക്കമുണ്ടാക്കിയിട്ട് നീ വെള്ളവസ്ത്രം ധരിച്ചുകൊണ്ട് പള്ളിയിൽ വന്ന് അന്യഭാഷ പറഞ്ഞ് ദൈവത്തിന് സ്വതന്ത്രം കൊടുക്കുന്നുണ്ടെങ്കിൽ നിന്റെ ഉള്ളിൽ വ്യാപരിക്കുന്ന ദുരാത്മാവാണ്. കാരണം നല്ല മനസ്സാക്ഷി നിനക്കില്ല. നല്ല മനസ്സാക്ഷി ഉണ്ടായിരുന്നെങ്കിൽ കുടുംബത്തിനകത്ത് ഐക്യത ഉണ്ടായിരുന്നേനെ. അപ്പനെ അമ്മയും കൊണ്ട് വൃത്തസ്ഥാനത്ത് വിട്ടേച്ച് അപ്പനെ അമ്മയും വീട്ടിൽ നിറക്കിയിട്ട് അപ്പനെ അമ്മയും വഴക്കുണ്ടാക്കി സ്വത്ത് മുഴുവൻ കൈക്കലാക്കിയിട്ട് ആരാധിക്കുക. ഒരു വീട്ടിൽ 2 കലമാ, ഒരു വീട്ടിൽ 2 കഞ്ഞിയാ, 2 വെപ്പാ. ഹല്ലേലൂയ. സ്തോത്രം. അമ്മായിയമ്മ മരുമോളോട് മിണ്ടത്തില്ല, മരുമോൾ അമ്മായിയമ്മയോട് മിണ്ടത്തില്ല. തമ്മിൽ ഇടിച്ചാൽ ഹല്ലേലൂയ അവിടെ പ്രക്ഷോഭമാ. തമ്മിൽ കണ്ടുമുട്ടിയ പ്രക്ഷോഭം നേരിട്ട് മിണ്ടത്തില്ല. ഹല്ലേലൂയ. അങ്ങനെയുള്ള എത്ര കുടുംബങ്ങൾ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ഹല്ലേലൂയ, തിമോഥെയോസേ, നീ വിശ്വാസവും നല്ല മനസാക്ഷി ഉള്ളവനായി അവയെ അനുസരിച്ച് നല്ല യുദ്ധസേവ ചെയ്യുക. നീയും നിന്റെ ജീവിതവും നിന്റെ കുടുംബമെല്ലാം ദൈവത്തിന് പ്രസാദമായിരിക്കണം. ഹല്ലേലൂയ. കുടുംബജീവിതത്തിന് ആവശ്യമാണെന്ന്. ഹല്ലേലൂയ. ഭാര്യ ഭർത്താവിനെ വഞ്ചിക്കുന്നു, ഭർത്താവ് ഭാര്യയെ വഞ്ചിക്കുന്നു. ഹല്ലേലൂയ. എത്രയോ സഹോദരന്മാരാണ് ഭാര്യമാരെ സംശയിക്കുന്നത്, എത്രയോ ഭാര്യമാരാണ് സഹോദരന്മാരെ സംശയിക്കുന്നത്. ഇവരുടെ രണ്ടിൻ്റെ ഇടയിൽ പാവമുണ്ട് താനും. ഹല്ലേലൂയ. ഇന്ന് ഈ സോഷ്യൽ മീഡിയ, ഫേസ്ബുക്ക്, ഒക്കെ അതുപോലെ ഹല്ലേലൂയ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ പെരുകിയില്ലേ? എല്ലാം വശീകരണങ്ങളായി മാറി. ദൈവമക്കളെ പോലും വശീകരിച്ച് പാപത്തിലേക്ക് തള്ളിയിടുന്ന, അടിമത്തത്തേക്ക് തള്ളിയിടുന്ന സാത്താന്റെ വാക്കുകൾക്ക് പിന്നാലെ നീ പോകരുത്. മടങ്ങിവ, പാപത്തിൽ നിന്ന് മടങ്ങിവ. ഹല്ലേലൂയ. നിന്റെ ജീവിതമാകുന്ന പടകിനെ തകർക്കാൻ സാത്താൻ തരുന്ന ഇംഗിതങ്ങൾക്കനുസരിച്ച് ജീവിക്കരുത്. ഹല്ലേലൂയ. വ്യഭിചാരം പെരുകുന്നു. വ്യഭിചാരത്തിന്റെ ആത്മാവ് അവളുടെയായി പെരുകി, വ്യഭിചാരം പെരുകിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. ആർക്കും ആരെയും ചോദിക്കാൻ പറ്റത്തില്ല. ചോദിച്ചു കഴിഞ്ഞ പ്രശ്നമാണ്. ചോദിക്കുന്നവരുടെ മേൽ നിയമങ്ങൾ കടന്നു വരും. ചോദിക്കാൻ അവകാശമില്ല. എന്തും ചെയ്യുവാനുള്ള അനുവാദം ഇന്ന് നമ്മുടെ രാജ്യത്തുണ്ട്. എവിടെ വെച്ച് ഏത് സമയത്ത് എന്തും ചെയ്യാൻ. ഹല്ലേലൂയ. അങ്ങനത്തെ സാഹചര്യമായി പോയി. ഹല്ലേലൂയ. നല്ല മനസാക്ഷി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ പിശാചല്ലേ ഭരിക്കുന്നത്. പിന്നെ എങ്ങനെ കോണം പിടിക്കും? രക്തം ചെയ്യാം. നീ ഗുണം പിടിക്കണം. നീ ഗുണം പിടിച്ച് മടങ്ങി വരാനാ ദൈവം ആഗ്രഹിക്കുന്നത്. നിന്റെ പഴയ സ്വഭാവങ്ങളെ നീ ഉരിഞ്ഞു കളയണം. നിന്റെ പാപ സ്വഭാവങ്ങളെ നീ ഉരിഞ്ഞു കളയണം. നിന്റെ ചെടിക്ക് മനസ്സിനെ നീ ഉരിഞ്ഞു കളഞ്ഞിട്ട് മടങ്ങി വന്ന് മാനസാന്തരപ്പെട്. അല്ലെങ്കിൽ ദൈവത്തിന്റെ ന്യായവിധി നിന്റെ മേൽ വരുമെന്ന് രക്തം ചെയ്യാം. എന്നെ കേൾക്കുന്ന ദൈവവചനത്തിൽ നിൽക്കുന്ന, ഉറപ്പോടുകൂടി നിൽക്കുന്ന, വിശ്വാസത്തിൽ നിൽക്കുന്ന ദൈവമക്കളോട് പറയട്ടെ, പാപത്തിന് നീ കൂട്ടു നിൽക്കരുത്. പാപത്തെ പ്രോത്സാഹിപ്പിക്കരുത്. വാചനം സമയത്തിനും അസമയത്തിനും സത്യസന്ധമായി നീ പ്രസ്താവിക്കണം. ആരുടെയും പോക്കറ്റ് കണ്ട്, പോക്കറ്റ് മണി കണ്ട്, ആരുടെയും പേഴ്സ് കണ്ട്, അതിന് വലിപ്പം കണ്ട്, വിദേശത്തേക്ക് നോക്കി ആരുടെ വിസ നോക്കി, ആരുടെ വിദേശത്ത് വരവ് കണ്ട് അവരുടെ പാപത്തെ മറച്ചു വെച്ച് അവരെ വെള്ളപൂശി നീ സംസാരിക്കരുത്. വാചനം നീ സമയത്തിലും അസമയത്തിലും സത്യസന്ധമായി പ്രസ്താവിക്കണം. ഹല്ലേലൂയ. എനിക്കൊരു കാര്യമുണ്ട്. ഹല്ലേലൂയ. സത്യത്തെ ഇപ്പോഴും തുറന്നു പറയുക എന്നൊരു കാര്യം എനിക്കുണ്ട്. എന്ത് പ്രതിസന്ധി വന്നാലും ഞാനത് വെളിപ്പെടുത്തും. ഞാനത് പറയും. എനിക്ക് മറച്ചു വെക്കേണ്ട കാര്യമില്ല. കാരണം അതുകൊണ്ട് ഒരുപാട് എതിർപ്പുകൾ എനിക്കുണ്ട്. സത്യം പറയുന്നതുകൊണ്ട് ഒരുപാട് എതിർപ്പ്, ഒരുപാട് നിന്ദകൾ, അപമാനങ്ങൾ, പരിഹാസങ്ങൾ മേൽക്കുമേൽ ഞാൻ അനുഭവിക്കാറുണ്ട്. ചിലരൊക്കെ എന്നെ കാണുമ്പോഴത്തേനും അങ്ങ് മുഖമൊക്കെ വീർക്കും. എന്താണെന്നറിയത്തില്ല. ഞാൻ പാപങ്ങളും പാപ സ്വഭാവങ്ങളും അത് ചെയ്യുന്ന പ്രവൃത്തിയൊന്നും ചെയ്യുന്നില്ല. എൻ്റെ ജീവിതത്തിൽ കുറവുകളൊക്കെ ഉണ്ട് ഒരുപാട്. പക്ഷെ ഞാൻ എൻ്റെ വിശ്വാസകൽപ്പൽ തകരാതെ കർത്താവിനോട് ചേർന്ന് നിൽക്കാൻ ആഗ്രഹിക്കുന്നു. എല്ലാവരും സ്നേഹിക്കാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ തെറ്റിനെ ചൂണ്ടിക്കാണിക്കണം.
ആരുടെയും പേഴ്സിന്റെ കനം കണ്ട് നീ ശുശ്രൂഷിക്കരുത്. പേഴ്സിന്റെ കനം കണ്ട് ശുശ്രൂഷിക്കുന്ന ഒരുപാട് ഇടയന്മാരുണ്ട്. വിദേശത്തേക്കുള്ള വിസയ്ക്ക് വേണ്ടി ആഗ്രഹിച്ച് പാപത്തെ വെള്ളപൂശി പ്രസംഗിക്കുന്ന ദൈവദാസിദാസന്മാരുണ്ട്. വിദേശത്തുനിന്ന് പോകണം, പണം ഉണ്ടാക്കണം. ദിവ്യാഗ്രഹ സകലവിധ ദോഷത്തിനും മൂലമായി നല്ല മനസാക്ഷി തള്ളിക്കളഞ്ഞു. ഹല്ലേലൂയ. ആർക്കൊക്കെ വിദേശത്ത് പോയി പത്ത് പൂത്തൻ എന്നിടയ്ക്ക് ഒരുപാട് പറഞ്ഞു, വിദേശത്ത് വാ പാസ്റ്റർ, വിദേശത്ത് വാ. ഞാൻ പറയാറുണ്ട്, ദൈവഹിതം വല്ലതും ആണെങ്കിൽ അപ്പോൾ ആലോചിക്കാം. ദൈവം എന്നോട് പറയട്ടെ. അല്ലേ, ചിന്ന ഒരാൾ പറഞ്ഞു ഒന്ന് പോയി കണ്ടിട്ട് വാ. അല്ലേരിയ, എന്താ കാണാനാ? അല്ലേരിയ, വിദേശ രാജ്യം അങ്ങനെ പോയി നമ്മുടെ അല്ലെങ്കിൽ നമ്മൾ കണ്ടിട്ടില്ലാത്തത് അല്ലെങ്കിൽ നമുക്ക് പോയി കാണാൻ ആഗ്രഹമുണ്ട്. പക്ഷെ ദൈവാത്മാവ് പറയണം. അല്ലേരിയ, ദൈവാത്മാവ് പറയാതെ അവിടെ ചെന്നിട്ട് വ്യാജ ഉപദേശം, കള്ളപ്രവചനം പറഞ്ഞ് നല്ല മനസ്സായിട്ട് എറിക്കളഞ്ഞ് അവിടെയുള്ള വിശ്വാസികളുടെ പാപത്തിലായതിന്റെ കാര്യമില്ലല്ലോ. അവിടെയുള്ള വിശ്വാസികളുടെ പാപത്തിൽ വീഴ്ത്തിയിട്ട് അല്ലേരിയ പിന്നെ നമ്മുടെ പോക്കറ്റ് നിറച്ചു പോരുക. ഇവിടെ വന്ന് നിനക്ക് ചോറയും പിടിക്കുന്ന ശാപമാകട്ടോ. വിദേശത്ത് പോയി കള്ളം പറഞ്ഞ് വ്യാജം പറഞ്ഞ് പൈസ ഉണ്ടാക്കി നീ നാട്ടിൽ വന്ന് സുഖിച്ച് സുഖലൂലവരായി പുളച്ചു മതിച്ച് ജീവിക്കുകയാണ്. നിനക്ക് ശാപമാണ്, നിന്റെ തലമുറയ്ക്ക് ശാപമാണ്. അല്ലേ, അനവധി ഓഫറുകളൊക്കെ വരാറുണ്ട്. ദൈവം കൃത്യമായിട്ട് പറയണം. ഹല്ലേലൂയ. അല്ല നമ്മുടെ ഇഷ്ടത്തെ കാണാൻ വേണ്ടി പോകരുത്. പണ്ടൊരാൾ എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്റർ എത്രയും പെട്ടെന്ന് ഒരു വിസ ഞാൻ അയച്ചു തരാം, പാസ്റ്റർ ക്രമീകരണം ചെയ്തു. പോരാൻ നേരത്ത് പാസ്റ്റർ അറിവുള്ള കുറെ പേരുടെ നമ്പർ വാങ്ങണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്കറിയാവുന്ന ആരുമില്ല, വിദേശത്ത് അറിയാവുന്ന കുറെ പേരുടെ നമ്പർ ഞാൻ വാങ്ങി വെച്ചിട്ട് എന്താ കാര്യം ഇരിക്കുന്നത്? അവർ ഞാനുമായിട്ട് ഒരു ബന്ധവുമില്ല. ഞാൻ പിന്നെ അവിടെ വന്നിടത്ത് ഫോൺ എടുത്ത് കുത്തി എഴുതി വിളിക്കുക, ഞാൻ ആരാ, ഞാൻ ഇന്നിടത്ത് വന്നാ, ഞാൻ എന്തിനു വന്നാ, ഇവിടെ വന്ന് ഒറ്റപ്പെട്ടു പോയി, എന്നെ ഒന്ന് സഹായിക്കണം. ഇതിൻ്റെയൊക്കെ ആവശ്യമില്ല. ദൈവം നമ്മെ തെണ്ടാൻ പറഞ്ഞു വിടുക സഹോദര. എന്നെ കേൾക്കുന്ന സഹോദരി സഹോദരൻ, നിന്നെ ഗൾഫ് രാജ്യത്ത്, അമേരിക്കൻ രാജ്യങ്ങൾ, യൂറോപ്യൻ രാജ്യങ്ങൾ, ഓസ്ട്രേലിയ, ആഫ്രിക്കൻ രാജ്യങ്ങൾക്കകത്ത് നിന്നെ തെണ്ടാനായിട്ട് ദൈവം പറഞ്ഞു വിടത്തില്ലെന്നോ. അല്ലേലിയ, നീ തെണ്ടിയല്ല ജീവിക്കേണ്ടത്. നിനക്ക് നന്മ ദൈവം തരും. ആകാശത്തിന്റെ കിടിവാതിൽ തുറന്ന സ്ഥലം പോരാതെ ഒരു കൂടെ സ്വർഗത്തിന് ആത്മീയ അനുഗ്രഹത്തെ ദൈവം നിറയ്ക്കുക. അല്ലാതെ വിദേശത്ത് പോയി തെണ്ടാൻ നിന്നെ ദൈവം വിളിച്ചിട്ടില്ല. ഇതൊക്കെ പറയുമ്പോൾ ചിലർക്ക് വലിയ ഇഷ്ടപ്പെടത്തില്ല. ഇഷ്ടപ്പെട്ടില്ലേ എന്താ കുഴപ്പം? ഇഷ്ടപ്പെട്ടില്ല എനിക്ക് കുഴപ്പം. നാളെ നിങ്ങൾ എന്റെ മെസ്സേജ് കേൾക്കത്തില്ല. കേട്ടില്ലേ എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. ഞാൻ പ്രസ്ഥാനിക്കാനുള്ളതൊക്കെ പറയും. സത്യം വിളിച്ചു പറയണമല്ലോ. ഹല്ലേലൂയ. എനിക്ക് ഒരുപാട് വിദേശത്തുള്ള ഒരുപാട് സഹോദരന്മാരൊക്കെ ഫ്രണ്ട്സ് ആയിട്ടുണ്ട്. ഞാൻ അവരോടൊന്നും ഇതുവരെ വിസ ചോദിച്ചിട്ടില്ല. ഹല്ലേലൂയ. ഞാൻ അവരോടൊന്നും പണം ആവശ്യപ്പെടാറുമില്ല. ചില ആവശ്യങ്ങൾ വരുമ്പോൾ ചിലരുടെ കാര്യങ്ങൾ സംസാരിക്കും, പരസ്പരം പ്രാർത്ഥിക്കുവാൻ. ഹല്ലേലൂയ. സ്വതം അതൊക്കെയാണ് ചെയ്യുന്നത്. ആരുടെയും പോക്കറ്റ് കണ്ട് ശുശ്രൂഷിക്കരുത്. ഹല്ലേലൂയ. അപ്പം പലരുടെയും വിശ്വാസക്കപ്പൽ തകർന്നു പോയി. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന് വചനം പറഞ്ഞ് നിങ്ങളുടെ മനസ്സാക്ഷിക്കിടയിൽ മുള്ളും പറക്കാരിയും കടന്നു വരരുത്. നിങ്ങളുടെ നല്ല മനസ്സാക്ഷിയുടെ മുള്ളും പറക്കാരി, കൂർമ്മയുള്ള മുള്ളുകൾ കടന്നു വരരുത്. ഹല്ലേലൂയ. കൂർമ്മയുള്ള മുള്ളുകൾ കടന്നു വന്നാൽ നിങ്ങളുടെ ആന്തരിക മനുഷ്യൻ തകരും. നിങ്ങളുടെ ആന്തരികമായ ആത്മീയ മനുഷ്യൻ തകരും. ഹല്ലേലൂയ. നിങ്ങളുടെ ഹൃദയത്തിൽ പരിക്കേൽപ്പിക്കും. ഹല്ലേലൂയ. നമ്മുടെ ശരീരത്തിന് പുറത്തുണ്ടാകുന്ന ജഡത്തിന് മേലുണ്ടാകുന്ന പരിക്കുകൾക്ക് നമുക്ക് മുറിവുകൾക്ക് മരുന്ന് ചെയ്ത് ചികിത്സിച്ച് ഭേദമാക്കാം. പക്ഷെ ഹൃദയത്തിന്റെ അകത്ത് മുറിവേറ്റാൽ, നിന്റെ ആന്തരിക മനുഷ്യന് മുറിവേറ്റാൽ നീ എങ്ങനെ അവനെ സൗഖ്യമാക്കും? ഏത് ഡോക്ടർക്ക് സൗഖ്യമാക്കാൻ കഴിയും? നിന്റെ നല്ല മനസ്സാക്ഷി തള്ളിക്കളഞ്ഞ് നിന്റെ ഉള്ളിൽ പാപം വരുമ്പോൾ നിന്റെ ഹൃദയത്തിൽ മുറിവേൽപ്പിക്കുന്നു. നിന്റെ ആന്തരിക മനുഷ്യൻ മുറിവേക്കുക. കൂർമ്മയുള്ള കത്തി കൊണ്ട് കുത്തുന്നത് പോലെ നിന്റെ ഹൃദയത്തെ നീ കുത്തി മുറിക്കുന്നത്, പാപം കൊണ്ട് കുത്തി മുറിക്കുന്നത്. അതുകൊണ്ട് നിന്റെ ഹൃദയത്തിനകത്ത് പാപം പ്രവേശിക്കരുത്. നിന്റെ ഹൃദയത്തിൽ നീ മുറിവേൽപ്പിക്കരുത്. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നത്, ഹല്ലേലൂയ, ചിലപ്പോൾ മനുഷ്യൻ ചെറിയ ഭയമാണോ, ജയമാണോ, ദുഃഖമാണോ, കണ്ണുനീരാണോ, ഉയർച്ചയാണോ, താഴ്ചയാണോ, ഒന്നൊന്നും അറിയാതെ ജീവിക്കുക. ഒന്നും അറിയത്തില്ല, എന്താ ചെയ്യുന്ന അറിയത്തില്ല. ഹല്ലേലൂയ. മങ്ങിക്കൊണ്ടിരിക്കുന്ന വിളക്ക് പോലെ പലരും. ഹല്ലേലൂയ. പലരും എന്തെങ്കിലും നല്ല മനസ്സാക്ഷി തള്ളിക്കളഞ്ഞ് വിശ്വാസക്കപ്പൽ തകർന്നിട്ട് മങ്ങിക്കത്തുന്ന വിളക്ക് പോലെ. ഇപ്പം പുക മാത്രമേ ഉള്ളൂ. ദൈവസഭയിൽ വന്നാലും പുകയേ ഉള്ളൂ. കാരണം പണ്ടൊക്കെ നന്നായിട്ട് ആരാധിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തി സ്തോത്രം ചെയ്യും, അന്യഭാഷയിൽ ദൈവത്തെ സ്തുതിക്കുകയും പ്രവർത്തനങ്ങൾക്കും ദൈവികമായ കാര്യങ്ങൾക്കും മുമ്പ് കൊടുക്കുന്നതിനും എല്ലാം മുമ്പിലായിരുന്നു. ഇപ്പോൾ മങ്ങിയ വിളക്ക് പോലെ കരുത്തിനായി വന്നിരുന്ന് ഉറക്കത്തോടുറക്കമാ.
വചനം പ്രസംഗിച്ചാലും സഭയിൽ ദൂത് പറഞ്ഞാലും സഭയിൽ എത്ര കൈയടിച്ച് അത്യുച്ചത്തിൽ ദൈവത്തെ പാടി സ്തുതിച്ചാലും നല്ല മനസാക്ഷി നഷ്ടപ്പെട്ട് ഹൃദയത്തിനകത്ത് പൂർണ്ണയുള്ള കത്തി കൊണ്ട് കുത്തി മുറിവേൽപ്പിച്ചതുപോലെ ഹൃദയത്തിനകത്ത് പാപം കയറി ആന്തരിക മനുഷ്യൻ നഷ്ടപ്പെട്ട് മുറിവേറ്റവനായി ആമി സഭയ്ക്കകത്ത് വന്നിരുന്ന് ഉറക്കവായിപ്പം ഉറക്കമാ. അതിൽ യോഗം നടന്നതെന്ന് പറയത്തില്ല. അവസാനം യോഗം കഴിയുമ്പോൾ ആരെങ്കിലും തട്ടി വിളിക്കണം, എൻ്റെ അച്ഛായ അമ്മാമ്മ എഴുന്നേക്ക്, കുഞ്ഞെ നീ എഴുന്നേക്ക്, സമയം കഴിഞ്ഞു. അപ്പം ചാടി എഴുന്നേറ്റ് വട്ടം എല്ലാം ചുറ്റുവട്ടം നോക്കും, കണ്ണൊക്കെ ചിമ്മി എഴുന്നേറ്റ് വരുന്ന ഭാഗം കണ്ടിട്ടില്ലേ? ഞാൻ കണ്ടിട്ടുണ്ട്. ലേലിയ രക്തം ചെയ്യും. പ്രൈസലോ. തിമോഥെയോസിനോട് കർത്താവ് പറയുക, ആ പരിശുദ്ധാത്മാവ് പറയുക, പൗലോസിനെ കൊണ്ട് സംസാരിപ്പിക്കുക, അപ്പോൾ തിമോഥെയോസേ നീ നല്ലൊരു സ്തോത്രം, തിമോഥെയോസേ നീ വിശ്വാസവും നല്ല മനസാക്ഷി നീ തള്ളിക്കളയരുത്. നീ ഒരു യോദ്ധാവാണ്, നീ ഒരു നാവികനാണ്. അല്ലരിയ നിന്റെ വിശ്വാസമാകുന്ന ജീവിത പടക്ക് വിശ്വാസക്കപ്പൽ നീ തകർത്ത് കളയരുത്. ലോകം നിനക്ക് അനുകൂലമല്ല, ലോകം പ്രതികൂലമാ. അതെ, നല്ല ഉപദേശത്തിന് നീ ചെവി കൊടുക്കണം. പരിശുദ്ധാത്മാവ് നിൽക്കുന്ന നല്ല ഉപദേശത്തിന് ചെവി കൊടുത്തുകൊണ്ട് നീ കർത്താവിനോട് ചേർന്ന് നിൽക്കണം. അല്ലരിയ വശീകരണത്തിനകത്ത് നീ അകപ്പെടരുത്. പരസ്ത്രീകളുടെ വശീകരണത്തിന് വീണ് പോകരുത്. ഇന്ന് പലരും ഇങ്ങനെ പരസ്ത്രീയുടെ വശീകരണത്തിൽ വീണു. അറക്കുവാൻ കൊണ്ടുപോകുന്നിടത്തേക്ക് കാളയെ കൊണ്ടുപോകുന്ന പോലെ പലരും വീണുപോയി. നിങ്ങൾ സദൃശവാക്യം ഒന്ന് വായിക്കണം കേട്ടോ. അല്ലേരിയ വല്ലപ്പോഴുമെങ്കിലും ഇതൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. രക്തം ചെയ്യും. എല്ലായിടത്തേക്കും നമുക്ക് കടന്നു പോകാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ ഓർമ്മിച്ചു വിടുകയാണ്. പക്ഷേ നമ്മൾ ദൈവ മനുഷ്യനായിരിക്കണം. അല്ലേരിയ നമ്മൾ ദൈവ മനുഷ്യനായിരിക്കണം. എവിടെയും ദൈവ മനുഷ്യനായിരിക്കണം. നമ്മുടെ സാക്ഷ്യം തെളിയിക്കണം, ജീവിതത്തെ തെളിയിക്കണം. ലേലിയ പൗലോസിന്റെ ജീവിത യാത്രയ്ക്കകത്ത് പാപം പ്രവേശിക്കാതെ, നല്ല മനസാക്ഷി തള്ളിക്കളയാതെ, ദൈവത്തിന്റെ ജനത്തിന്റെ ഇടയിൽ നല്ല മനുഷ്യന് ഐക്യതയുള്ളവനായി എന്റെ ഹൃദയത്തിൽ കൂർമ്മയുള്ള കത്തി കൊണ്ട് മുള്ളും വറക്കാരെയും കൊണ്ട് കുത്തി മുറിവേൽപ്പിക്കാതെ, തന്റെ ആന്തരിക മനുഷ്യനെ തകർത്ത് കളയാതെ, കർത്താവിന് വേണ്ടി നല്ലൊരു നാവികനായി, നല്ലൊരു യോദ്ധാവായി കർത്താവിന് വേണ്ടി വേല ചെയ്തവനാണ് രക്തസാക്ഷിത്വം ഭരിച്ചവനാണ് പൗലോസ്. ലേലിയ നിനക്കതിന് കഴിയുമോ? നിനക്കതിന് കഴിഞ്ഞില്ലെങ്കിൽ എന്റെ ജീവിതം എത്ര തകർച്ചയാ. അല്ലേലിയ എന്നെ കേൾക്കുന്ന മാതാവേ, സഹോദര സഹോദരി, എന്നെ കേൾക്കുന്ന കുഞ്ഞുങ്ങളോട് നിന്റെ ജീവിതം തകർന്നില്ലേ? ഇന്ന് നീ മൊബൈലിന് അഡിക്റ്റായി മാറിയില്ലേ? ഇന്റർനെറ്റ് അടിമയായി മാറിയില്ലേ? അശ്ലീലമായ ചിത്രരംഗത്തെ അടിമയായി മാറിയില്ലേ? സിനിമയ്ക്കും സീരിയലിനും റിയാലിറ്റി ഷോയ്ക്കും അടിമയായി മാറിയില്ലേ? നിന്റെ നാഥനാരാ? നിന്റെ ജനപ്രിയ നായകനാരാ? നിന്റെ ജീവിതത്തിൽ നിന്നെ നടത്തുന്ന ഇവിടുത്തെ സിനിമാ ലോകമല്ലേ? ഇവിടുത്തെ ജനങ്ങളെയല്ലേ നീ നിന്റെ ജീവിതത്തിൽ കൊണ്ടു നടക്കുന്നത്? യേശു നിന്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയില്ലേ? നിനക്ക് നഷ്ടപ്പെട്ടു പോയി യേശുവിനെ നിന്റെ ജീവിതത്തിലേക്ക് മടങ്ങും. ലോകത്തെ ഇറക്കിവിടെ. ലോകത്തിന്റെ അന്ധകാര ശക്തി പൈശാചിക സാത്താൻ ഉപയോഗിക്കുന്ന അനവധി പൈശാചിക ബന്ധനങ്ങളാൽ നിറയപ്പെട്ട് കിടക്കുന്ന വ്യക്തി ജീവിതങ്ങളെ നിന്റെ ഹൃദയത്തിൽ നിന്ന് പുറത്തിറക്കി കളയണം. ആന്തരിക മനുഷ്യനെ മുറിവേൽപ്പിക്കാൻ വേണ്ടി ഈ ലോകത്തിന്റെ സാത്താന്യ ശക്തികൾ നിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കും. അല്ലേലിയ രക്തം ചെയ്യും. അതുകൊണ്ട് ഈ മടങ്ങി വരണം. അല്ലേലിയ അതുകൊണ്ടാണ് എബ്രായ ലേഖനമൊക്കെ വായിക്കുമ്പോൾ കാണാം. എബ്രായ ലേഖനം 9-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ കാണുന്നുണ്ട്, നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി സമർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നിങ്ങളുടെ മനസാക്ഷിയെ നിർജീവ പ്രവൃത്തികളെ പോക്കി എത്രയധികം ശുദ്ധീകരിക്കും. അല്ലേലിയ അപ്പം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ, ജീവനുള്ള ദൈവത്തെ സ്തുതിക്കുവാൻ, കർത്താവിന് വേണ്ടി അലിയ നിഷ്കളങ്കനായി ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം, അല്ലേലിയ യേശുവിന്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നിങ്ങളുടെ മനസാക്ഷിയുടെ നിർജീവ പ്രവൃത്തികളെ പോക്കി എത്രയധികം ശുദ്ധീകരിക്കും. അത് സ്നേഹിത, യേശുവിന്റെ രക്തത്തിന് മാത്രമേ നിന്നെ ശുദ്ധീകരിക്കാൻ കഴിയുള്ളൂ. യേശുവിന്റെ രക്തത്തിന് മാത്രം നിന്റെ മനസ്സാക്ഷിയുടെ നിർജീവ പ്രവൃത്തികളെ നീക്കി നിന്നെ നല്ലൊരു മനുഷ്യനായി പടുതെടുക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് വചനം പറയുക, അല്ലേലിയ ദാവീദ് ഒരു ദിവസം പാപം ചെയ്തു. അത് ശരീരത്തിന് വിരോധമായി പാപം, ബേത്ശേബയ്ക്ക് വിരോധമായി പാപം, ഇസ്രായേലിന് വിരോധമായി പാപം. എന്നിരുന്നാലും മനസ്സാക്ഷി എന്താണ് പറഞ്ഞത്? അത് ദൈവത്തിന്റെ വിരോധമായി ഭയങ്കരമായ പാപം. ഞാൻ നിന്നോട് തന്നെ ഹല്ലേലൂയ പാപം ചെയ്തിരിക്കുമെന്ന് പറയുക. ദാവീദ് പാപം ചെയ്തു. 51-ാം സങ്കീർത്തനം അതിന്റെ 4-ാം വാക്യം വായിച്ചാൽ മതി. ഇവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഹല്ലേലൂയ സ്തോത്രം, നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു, നിനക്ക് അനിഷ്ടമായി ഞാൻ ചെയ്തിരിക്കുന്നു. സംസാരിക്കുമ്പോൾ നീതിമാനായി, വിധിക്കുമ്പോൾ നിർമ്മലനായി ഇരിക്കേണ്ടത് തന്നെ. പാപം ദാവീദിന്റെ ജീവിതത്തിൽ വന്നപ്പോൾ നല്ല മനസാക്ഷി നഷ്ടപ്പെട്ടു.
ഹല്ലേലൂയ. ദാവീദ് പറയുക, ഞാൻ താൻ പാപം ചെയ്തു വ്യക്തി ഞാൻ താൻ ചെയ്ത പാപം ഒരു വ്യക്തിക്കെതിരായി ചെയ്ത ദോഷം എന്നതിനേക്കാൾ ഉപരിയായി ദൈവത്തോട് തന്നെ ചെയ്ത പാപമാണ്. ഇതോടെ ഞാൻ ചെയ്ത പാപം ഞാനെന്ന വ്യക്തിയോട് ചെയ്യുന്നതിനേക്കാൾ ഉപരിയായി ഞാൻ ദൈവത്തോട് ചെയ്ത പാപമാണെന്ന് ഭക്തൻ സമ്മതിക്കുക. ഹല്ലേലൂയ. പാപത്തിന് ഈ നിലയിൽ ഒരു ചിന്താഗതി എബ്രായരുടെയിൽ നിലവിലുണ്ടായിരുന്നതായി പഴയ നിയമത്തിലും ഉൽപ്പത്തി പുസ്തകം 20:6 39:9 ഒക്കെ വായിക്കുന്നുണ്ട്. അതേ സമാനമായ ചിന്താഗതി. അതെ, നാം ചെയ്യുന്ന പാപം വ്യക്തിപരമായി നമ്മോട് തന്നെയാണെങ്കിലും അത് പൊറുക്കുവാൻ കഴിയാത്തത് ദൈവത്തോട് ചെയ്യുന്ന പാപമാണ്. നല്ല മനസ്സാക്ഷി തള്ളിക്കളഞ്ഞ് നീ പാപത്തിന് അധീനരായി വീഴരുത്. ഹല്ലേലൂയ. പാപത്തെ മറയ്ക്കുന്നത് ശരിയല്ല. പാപത്തെ മറയ്ക്കുന്നവന് ശുദ്ധ മനസ്സാക്ഷിയില്ല. ഹല്ലേലൂയ. അവൻ സ്വന്തം മനസ്സാക്ഷി ചുവട് വെച്ചവരായി പോഷ്ക് പറയുന്നവരായിരിക്കും എന്നാണ് 1 തിമോഥെയോസിന്റെ ലേഖനം 1 വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നത്. 1 തിമോഥെയോസിന്റെ ലേഖനം 4-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം വായിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നുണ്ട്. ഹല്ലേലൂയ. എന്നാൽ ഭാവി കാലത്ത് ചില വ്യാജാത്മാക്കളെയും ഭൂതങ്ങളുടെ ഉപദേശത്തെയും ആശ്രയിച്ച് പോഷ്ക് പറയുന്നവരുടെ കപടത്താൽ വിശ്വാസം ത്യജിക്കും എന്ന് ആത്മാവ് തെളിവായി പറയുന്നു. അവർ സ്വന്തം മനസ്സാക്ഷിയിൽ ചുവട് വെച്ചവരായി വിവാഹം വിലക്കുകയും സത്യത്തെ ഗ്രഹിച്ചിരിക്കുന്ന വിശ്വാസികൾ സ്തോത്രത്തോടെ അനുഭവിപ്പാൻ ദൈവം സൃഷ്ടിച്ച ഭോജ്യങ്ങളെ വർജിക്കുകയും എന്ന് കൽപ്പിക്കുകയും ചെയ്യും. സ്വന്തം മനസ്സാക്ഷി ചൂട് വെച്ച് വിവാഹം വിലക്കിയിട്ട് സന്യാസം സ്വീകരിക്കുന്നുണ്ടല്ലോ. എന്നിട്ട് അവരെ കുറിച്ച് എന്താ കേൾക്കുന്നത്? ഹല്ലേലൂയ. അവരുടെ സ്വന്തം മനസ്സാക്ഷി ചൂട് വെച്ച് മറ്റു വഴി അവർ തെരഞ്ഞെടുക്കുന്നു. ഹല്ലേലൂയ. അപ്പം വിവാഹം എന്നൊക്കെ പറഞ്ഞാൽ ദൈവം കൽപ്പിച്ചതാ. സ്വന്തം മനസ്സാക്ഷി ചുവട് വെച്ച് വിവാഹം വിലക്കുന്ന വ്യാജാത്മാക്കളും ഭൂതാത്മാക്കളുടെ നിർദ്ദേശപ്രകാരമാണ്. വ്യാജാത്മാക്കളും ഭൂതാത്മാക്കളും പറഞ്ഞ് ഈ വിവാഹം കഴിക്കണമെങ്കിൽ സന്യാസിയായിട്ട് ജീവിച്ചാൽ മതി. നീ വിവാഹം കഴിഞ്ഞ് സന്യാസിയായിട്ട് ജീവിച്ച് സന്യാസിയുടെ വേഷം കെട്ടിയിട്ട് നിന്നാൽ മതി എന്ന് ക്രൈസ്തവ സമൂഹത്തിൽ തന്നെ നോക്കിയാട്ട്. പ്രൈസറോട് സ്വന്തം മനസ്സാക്ഷി ചൂട് വെച്ച് വിവാഹം വിലക്കിയിട്ടിപ്പം ആമേലരി എന്താ കാട്ടിക്കൂട്ടുന്നേ? നല്ല മനസ്സാക്ഷി തകർന്നുപോയി. അത് എന്നെ കേൾക്കുന്നവരുടെ സ്നേഹിത സ്വാമിസ്തോത്രം തന്റെ ലംഘനങ്ങളെ മറയ്ക്കുന്ന ശുഭപരികയിൽ അവ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നതിനോ കരുണ ലഭിക്കുമോ എന്ന് സദൃശവാക്യം 28:13 ലംഘനം മറച്ചു വെക്കുന്നവർ ഒരിക്കലും ശുഭം വരത്തില്ല. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, സഹോദര സഹോദരി, യുവാവേ, യുവതിയെ, ദാസന്മാരോട് പറയട്ടെ, സകല ജനത്തോടും പൊതുസമൂഹത്തോട് പറഞ്ഞ് ലംഘനം മറച്ചു വെച്ചാൽ നിനക്ക് ശുഭം വരികയില്ല. അവ ഏറ്റുപറഞ്ഞ് നീ ഉപേക്ഷിച്ച് കളയുന്നെങ്കിൽ നിനക്ക് സ്തോത്രം വലിയ നന്മ കിട്ടും. ഹല്ലേലൂയ. അവ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കുമെന്നാണ് വചനം പറയുന്നത്. അതെ, കാൽവരി സ്നേഹം എല്ലാ പാപങ്ങളെയും മൂടും. യേശു നിങ്ങളെ സ്നേഹിച്ച് തന്റെ രക്തത്താൽ നിങ്ങളുടെ എല്ലാ പാപങ്ങളെയും കഴുകിക്കളയുന്നു. എല്ലാ കുറ്റപ്പെട്ട മനസാക്ഷിയും അകറ്റിക്കളയുന്നു. ഉദയം അസ്തമയത്തോട് അകന്നിരിക്കുന്നത് പോലെ അവൻ നമ്മുടെ ലംഘനങ്ങളെ നമ്മോട് അകറ്റിയിരിക്കുന്നു. 103-12 വാക്യം വായിക്കുന്നുണ്ട്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നിങ്ങൾ എപ്പോഴും ശുദ്ധ മനസാക്ഷിയെ കാത്തു സൂക്ഷിക്കണം. നിങ്ങളെ തന്നെ താഴ്ത്തി പാപങ്ങൾ ഏറ്റുപറഞ്ഞ് യേശുവിന്റെ രക്തത്താൽ നിങ്ങളുടെ ഹൃദയത്തെ ശുദ്ധീകരിച്ച് നിങ്ങളുടെ ആന്തരിക മനുഷ്യൻ മുറിവേറ്റവനായി മാറാതെ നിങ്ങൾ ആന്തരിക മനുഷ്യൻ കർത്താവിൽ നല്ല മനസ്സാക്ഷിയുള്ളവനായി, കർത്താവിന് വേണ്ടി നല്ലൊരു യോദ്ധാവായ നാവികനായി നീ കർത്താവിന് വേല ചെയ്യണം. യേശു വരാ സമയമായി. ഇന്ന് പാപത്തിൽ നിറയപ്പെട്ട ശാപത്തിൽ നിറയപ്പെട്ട അനുഗ്രഹങ്ങൾ മുഴുവൻ തടസ്സപ്പെട്ട് കിടക്കുന്ന, മുമ്പോട്ട് പോകാൻ കഴിയാതെ, ഉയർച്ച പ്രാപിക്കാൻ കഴിയാതെ, എന്തും ചെയ്താലും നഷ്ടത്തിൽ കലാശിച്ച് കണ്ണുനീരിന് ഇടയുടെ ആത്മഹത്യയുടെ വക്കിൽ വിലാപത്തോടുകൂടി കടന്നു പോകുന്ന വ്യക്തി ജീവിതങ്ങളോട് പറയട്ടെ, നിന്റെ നല്ല മനസ്സാക്ഷി തള്ളിക്കളഞ്ഞ് നിന്റെ വിശ്വാസ കപ്പൽ തകർന്നു പോയിട്ടുണ്ടോ എന്ന് പരിശോധിച്ച് മടങ്ങി വന്ന് ഈ യേശുക്രിസ്തുവിന്റെ കാൽവരിയിലെ രക്തത്താന്തി കഴുകൽ ശുദ്ധീകരണം പ്രാപിക്കുന്നെങ്കിൽ നിനക്ക് ദൈവം ഉയർച്ച തരും. കണ്ണുകളുടെ ചാട്ട് പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമായി സ്വർഗ്ഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്ത് ഈ വചനം കേട്ടുകൊണ്ട് കേരളത്തിൽ ഭാരത ലോക രാജ്യം 800 കോടി ജനം ശൈശവത്തിൽ ബാല്യം കൗമാരി യുവനത്തിൽ വാർത്തയും ഗ്രാനുവർത്തരും അശരണ യാചക ഓർഫനേജ് തലമുറയിലായിരിക്കും സകല ജനത്തെയും എല്ലാ മത സാമൂഹിക സംസ്കാര മാധ്യമ മീഡിയ സയന്റിസ്റ്റ് എഞ്ചിനീയർമാർ എല്ലാ സർവദേശ പാർട്ടികളെയും കർത്താവ് രാഷ്ട്രതലന്മാർ രാജകന്മാർ രാജ്യമാർ പ്രധാനമന്ത്രി പ്രസിഡന്റ് ഗവർണർ പട്ടാള ഗോത്രങ്ങൾ ദ്വീപുകൾ ആദിവാസി പ്രൈവറ്റ് മേഖലയിലെ ജനത്തിനായി കരസേന വ്യോമസേന നാവികസേന അതിർത്തികളാക്കുന്ന സൈന്യത്തിന് അതിർത്തികൾ താമസ ജനത്തിനായി കർത്താവിയുടെ പോലീസ് ശിക്ഷകൾ ജുഡീഷ്യൽ ഭാഗങ്ങൾക്കായി പ്രാപ്തി സഹകരണം പുതുമായി
സാമ്പത്തിക മേഖലയായിരിക്കുന്ന കർഷകനെ വെക്കാൻ വോട്ടർ യൂണിയൻ രംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാ ടാക്സി വോട്ടർ സർവീസ് പ്രാന്ത കടകളുടെ തീരദേശവാസികളെ മത്സ്യത്തിന്റെ ആഴക്കടൽ കടകൂരി കനികൾ കമ്മിറ്റി ഫാക്ടറി ജോലി ചെയ്യുന്ന വളരെ പാടത്തും പറമ്പിന് പോയി കല്ലോട് മണ്ണോട് തടിയോട് മല്ലടിച്ച് ഓരോ ഉറപ്പാക്കിയെടുക്കുന്ന ജീവിതം മദ്യത്തിന് മയക്ക് ലഹരി അടിപ്പെട്ട തീവ്രവാദ ഭീകര വർഗീയത അകപ്പെട്ട് കിടക്കുന്നവർ ദിവ്യാഗ്രഹത്തിൽ വീണ് കിടക്കുന്ന വരസംഗത്തിൽ വ്യഭിചാരത്തിൽ വീണ് കിടക്കുന്ന ജനത്തെ എല്ലാം ഞങ്ങൾ ദൈവരങ്ങൾ ഏൽപ്പിക്കുന്ന ഈ കുടുംബത്തിൽ സമാധാനത്തിന്റെ സ്വസ്ഥതയില്ല ശാപത്താൽ പാപത്തം നിറയപ്പെട്ട് അനേക കുടുംബങ്ങൾ ദേശത്ത് വിദേശം കഷ്ടം സഹിക്കുന്നവരെ ആമി ജോലി നഷ്ടപ്പെട്ടവർ വിസായില്ലാതെ ഭാരപ്പെടുന്നവർ പാസ്പോർട്ട് ആഗ്രഹിക്കുന്നവർ കടക്കണിയാൽ ഭാരപ്പെടും ജപ്തിന്നവർ നേടിയുന്നവർ വ്യാപാരം ബിസിനസ് തകർന്നവർ എല്ലാവരും ഞാൻ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ജനത്തിന് മാനസാനം കൊടുക്കണമേ. കാലവർഷം കർത്താവ് കേരളത്തിൽ മുഴുവൻ പെയ്തുടങ്ങുന്നു. കഴിഞ്ഞ വർഷത്തെ പോലെ അപകടങ്ങളുണ്ടാകാതെ ഉൾപ്പെട്ട നാശനഷ്ടം പേമാരി കൊടുക്കാറ്റ് ചുഴലിക്കാറ്റുകൾ ജനത്തെ തകർക്കാതെ മാറിപ്പാർക്കേണ്ടല്ല നേരത്തെ മുൻകരുത് മാറിപ്പാർക്കുവാൻ നെല്ലുരിയ ജനത്തെ ഒരുക്കണമേ. കർത്താവ് ഞങ്ങൾക്ക് ശക്തമായ അന്തരീക്ഷത്തിൽ കാലവർഷം നൽകി കർത്താവ് കേരളത്തിന് അപകടം മഴയോ ഒന്നുമില്ല. സൂര്യൻ പ്രത്യേകിച്ച് ഇടുക്കി ആമിയർ കർത്താവ് ആമി മലപ്പുറം കോഴിക്കോട് വയനാട് ആമി ജില്ലകളെ പ്രത്യേകമായി ഏൽപ്പിക്കുകയാണ്. ജില്ല ഏൽപ്പിക്കുന്ന കർത്താവ് ഉൾപ്പെട്ട ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള പ്രദേശങ്ങളെ അവിടെയുള്ള ജനങ്ങളെ സൂക്ഷിക്കണം. മറ്റ് മേഖലകളിൽ തീരദേശങ്ങളിൽ പാർക്കുന്നവരെയും ദൈവം സൂക്ഷിക്കണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിൽ കടന്നു പോകാൻ സമയമായി, സ്കൂൾ തുറക്കാൻ സമയമായി. കുഞ്ഞുങ്ങളെ സൂക്ഷിക്കണമേ കർത്താവ്. വഴിയോരത്തിൽ കർത്താവ് വാഹനങ്ങളേറെ കർത്താവ് തിരക്കുകൾ വർദ്ധിച്ചിരുന്നത് കാണാൻ ഡ്രൈവർമാരൊക്കെ മദ്യത്തിൽ ലഹരി അടിപ്പെട്ടാതെ കുഞ്ഞുങ്ങളെ സുരക്ഷിതമായ സ്കൂളിൽ മടക്കിക്കൊണ്ടുവരുവാൻ അവരെ ഒരുക്കണമേ. എല്ലാ താഴ്ചയും ജനം പിടിപ്പിക്കപ്പെടണം കർത്താവ്. ജനം നല്ല മനസാക്ഷിയുള്ളവരായി കർത്താവിന്റെ നല്ല യോദ്ധാവായി നല്ല കർത്താവ് നല്ല നാവികനായി കർത്താവിന് വേണ്ടി അതിനുവേണ്ടി വിശ്വാസ കപ്പൽ തകർന്നു പോകാതെ കർത്താവിന് വേണ്ടി അന്ത്യത്തോളം നിൽക്കുന്ന ഒരു തലമുറയെ ദൈവദാസന്മാർ ദൈവമക്കളെ അനുഗ്രഹിക്കണമേ. സകലമുഖത്ത് കൊടുക്കണം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ.